ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ പത്താംകോട്ടിൽ നിന്ന് കിസ്ത്വാറിലേക്ക് പോവാണ്. നമ്മളങ്ങനെ നിന്ന ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മളങ്ങനെ കിസ്ത്വാർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകണം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജമ്മു കയറുമ്പം നമ്മുടെ സിമ്മ് കട്ടാവും. നമ്മളവിടെ ഒരു പോസ്റ്റ് പെയ്ഡ് സിം എടുക്കണം, അതെടുക്കണം. അതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങൾ. അങ്ങനെ ഫൈനലി കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മളങ്ങനെ രാവിലെ എണീറ്റ് യാത്ര ചെയ്യാനൊക്കെ തുടങ്ങി. യെസ് ഗൈസ്, ഞങ്ങൾ എത്ര മണിക്ക് ഏറ്റെന്നറിയോ? 4 മണിക്ക് ഏറ്റ് ഫ്രഷ് ആയി ഞങ്ങൾ ഇവിടെ വീഡിയോ കേട്ടിട്ടാണ് നമ്മൾ നേരെ മേലോട്ട് പോകുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട് അല്ലേ ലിവിനെ? -1 ഒക്കെ വന്നോ? അത്യാവശ്യം തണുപ്പുണ്ട്. നമ്മുടെ ചെറുക്കനെല്ലാം റെഡി ആയിരിക്കുകയാണ്. തുമ്പി വണ്ടി എടുത്തു, വണ്ടിയെല്ലാം ഹീറ്റാക്കി സെറ്റപ്പ് ആക്കി. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ലെങ്കിൽ നമ്മുടെ വണ്ടികളൊക്കെ ആണെങ്കിൽ ഹീറ്റിങ്ങോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. നാച്ചുറൽ. പിന്നെ നേരം വെളുക്കണ ഇച്ചിരി ചൂട് കിട്ടണതില്ല. ഇതിന് പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇത് ഫുള്ള് ഹീറ്റിംഗ് ആയതുകൊണ്ട് നല്ല സെറ്റപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത്. അല്ലേ മോനെ? അതെ. എങ്ങോട്ടാ മോനെ? ആയോ? സ്ഥലം അറിയില്ല, പോവാ. അങ്ങനെ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ആദ്യം നമുക്ക് ജമ്മു കടത്തണം, അതായത് പഞ്ചാബിൽ നിന്ന് ജമ്മു എത്തണം. അതിന് ശേഷമേ ബാക്കി പ്ലാനുകൾ നമ്മുടെ മുമ്പിലുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കിസ്ത്വാറിലേക്കാണ് പോകുന്നത്. ഇപ്പം രാവിലെ വിട്ടാൽ നമുക്കൊരു 2 മണി 3 മണിയാകുമ്പോൾ എത്തത്തുള്ളൂ. യെസ്, അതിന് ശേഷം കിസ്ത്വാർ ടു കില്ലർ ഗൈസ്, അതാണ് നമ്മുടെ പരിപാടി. എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകട്ടോ. വണ്ടി ഒന്ന് നിർത്തിയിട്ട് വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ ഒന്ന് തുടയ്ക്കണം. പിന്നെ അതേപോലെ തന്നെ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് ഒന്ന് ലെവലാക്കണം. നമ്മളിപ്പോഴും പത്താംകോട്ടിൽ ടൗണിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. നമ്മൾ ആ ഹൈവേയിലേക്ക്, അതായത് ജമ്മു പത്താൻകോട്ട് ആ ഒരു റോഡിലേക്ക്, ശ്രീനഗർ റോഡ്, അത് തന്നെ. ഫൈനലി നമ്മളങ്ങനെ ഹൈവേയിൽ എത്തിയിരിക്കുകയാണ്. യെസ്, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഡൽഹി, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജമ്മു കാശ്മീർ, അതുപോലെ തന്നെ ശ്രീനഗർ, ലേ, ആ റോഡാണ് ഈ കാണുന്ന റോഡ്. അത് തന്നെ ആ റോഡ്. യെസ്, സെയിം റോഡ്. മക്ഡൊണാൾഡ്സ് ഒക്കെ സെയിം സ്ഥലം. ഇത് കുറച്ച് അപ്പുറത്തൊക്കെയാണ് ഞങ്ങൾ വണ്ടിയിട്ട് കിടന്നുകൊണ്ടിരുന്നത്. ഗൈസ്, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ എല്ലാവരും സിമ്മ് കട്ടാവും. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയം 6 മണി. നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് രാവിലെ ഇറങ്ങാൻ പറ്റിയിരിക്കുകയാണ്. രാവിലെ തന്നെ തുമ്പി എണീറ്റു. അങ്ങനെ നമുക്കിനിയിപ്പം അപ്രോക്സിമേറ്റ് ജമ്മുവിൻ്റെ ഒരു ബോർഡർ കിടക്കാറുണ്ട്, അതായത് പഞ്ചാബ് ജമ്മു ബോർഡർ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തലവേദനകളൊന്നും ഇല്ല. പിന്നെ പ്രത്യേകിച്ച് പെർമിഷൻ കാര്യങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. സംഭവം ഇപ്പം തണുപ്പായതുകൊണ്ട് ചില സ്ഥലത്ത് മഞ്ഞ് വീഴുന്നുണ്ട്. യെസ്, അപ്പൊ അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഇല്ലെന്ന് പറയാം. അതെ, ചില സമയത്ത് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ റോഡ് തുറക്കാൻ ചാൻസ് ഉണ്ട്. അതെ, അല്ലെ നമ്മൾ ഇവിടെ പിടിച്ചിടും. യെസ് ഗൈസ്, നോക്കൂ. അപ്പോൾ ഫൈനലി നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം. ഹൈവേയിലൊന്നും വലിയ ആളോ പേരോ തിരക്കോ ഒന്നുമില്ല. ഈ പൊടിയും ഈ സാധനമൊക്കെ ഒന്ന് കഴുകണം. നേരം വെളുക്കട്ടെ, അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഇതാണ് ചെക്ക് പോസ്റ്റ്. ഇവിടെ ലോറികൾക്ക് ചെക്കിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ജമ്മു. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചാബ്, ഇത് പോട്ടെ ഇങ്ങോട്ട് പഞ്ചാബ് ബോർഡറാണ്. നമ്മളൊക്കെ ഇതിലെയാണ് പോയിക്കൊണ്ടിരുന്നത്. ട്രക്കുകൾ അതിലേ വേണം പോകാൻ വേണ്ടിയിട്ടോ. അങ്ങനെയായിരുന്നു നിയമങ്ങൾ, സംഭവങ്ങൾ. ഇതൊക്കെ വെട്ടിക്കാൻ ഭയങ്കര പാടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തുറന്ന് വിടണം. അവിടുത്തെ എല്ലാം ചോദ്യവും പറച്ചിലെല്ലാം കഴിഞ്ഞ്. RTO എവിടെ? എന്തിനാ RTO? പ്രൈവറ്റ് വണ്ടിയല്ലേ? പ്രൈവറ്റ് വണ്ടിക്ക് തന്നെ. പക്ഷെ ഇവിടെയൊക്കെ വേറെ നിയമങ്ങളാണ്. നമ്മൾ ബസ് കൊണ്ടൊക്കെ വരാൻ നമ്മൾ ഇഷാനെ വരപ്പിച്ചിട്ടുണ്ട്. പണിക്കാരായി ഇങ്ങനെ വേണം. ഞങ്ങളെ ഈ കാണുന്ന ടോളി പിടിച്ചു. അതായത് ലാസ്റ്റ് ഞാൻ മറന്നു കേട്ടോ ഇതിനെക്കുറിച്ച്. എന്നെ ഈ ടോളി പിടിച്ചു. അങ്ങനെ ഫോൺ മേടിച്ച് വെച്ചിട്ട് വണ്ടി ഇങ്ങോട്ട് നീക്കിയിടിച്ചു. എന്നിട്ട് പൈസ കൊടുക്കാൻ വേണ്ടി പോയത് കേട്ടോ. പൈസ കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ ടാഗ് അപ്ഡേറ്റ് ആയില്ല. അപ്പം ടാഗിലെ നമ്പർ അവൻ അടിച്ചു നോക്കി. ലാസ്റ്റ് ഒരു രക്ഷയില്ല. 260 രൂപ. എന്തിന്? നമ്മുടെ ഇതിൻ്റെ മൊത്തത്തിലുള്ള അപ്പ് ആൻഡ് ഡൗൺ. പക്ഷേ ഞാൻ അവന് കൈക്കൂലി കൊടുത്തു 150 രൂപ. അങ്ങനെ പ്രശ്നങ്ങൾ സോൾവ് ആയി. ഞാൻ പോകുന്നു. സിമ്മില്ലാത്തോണ്ടേ ഒന്നും വർക്കാവുന്നില്ല. ജിയോയുടെ എയർടെലിൻ്റെയും ഓരോ സിമ്മ് വെച്ചെടുക്കാം കേട്ടോ. അതായിരിക്കും ബുദ്ധിപരമായ നീക്കം. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ സിം എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. വേറെ വകുപ്പില്ല. സിം എടുക്കാതെ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റില്ല. എല്ലാം പെട്ടെന്ന് TK അതുകൊണ്ട് സിം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലിബിൻ്റെ പേരിലാണ് എടുക്കുന്നത്. എൻ്റെയാണോ നീ കൊടുത്തേ? അടിപൊളി. ഗൈസ് നോക്കൂ, ഇതാണ് നമ്മുടെ സിം എടുക്കുന്ന സ്ഥലം. 2 സിം എടുത്താൽ ഒരു എയർടെലും ഒരു ജിയോയും. അതായിരിക്കും നമ്മുടെ തടിക്ക് നല്ലത്. അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് വന്ന് നമുക്ക് നെറ്റ്വർക്കോ സാധനങ്ങളൊന്നും കിട്ടൂല. വീഡിയോ കയറ്റലോ മാപ്പോക്കലോ ഒന്നും നടക്കില്ല. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകാം കേട്ടോ. ഇവിടുന്ന് എടുത്തിട്ട് പോകണ്ടായിരുന്നു, മണ്ടത്തരം പറ്റിപ്പോ കേട്ടോ. ഇനിയിപ്പോൾ 2-3 പ്രാവശ്യം ടോൾ കൊടുക്കണം. ഓൾറെഡി 1 കൊടുത്തു, ഇനി തിരിച്ചു വന്നു. ഇനി ഒന്നും കൂടെ കൊടുക്കണം കേട്ടോ. എത്ര വർഷമായെന്നറിയോ പണി പൂർത്തിയാകാതെ ഇങ്ങനെ കിടക്കുന്നത്? 2021 മുതൽ ഇങ്ങനെ കിടക്കുന്ന കേട്ടോ, പണി തീരാതെ. പല സ്ഥലത്ത് ഇത് തന്നെ കേട്ടോ അവസ്ഥ. പണി തീർന്നു, പില്ലർ പൊങ്ങിയില്ല, ഇനി മണ്ണിട്ടാ ഇങ്ങോട്ടൊക്കെ നോക്കി എവിടെ തീരാനല്ലേ. പിന്നെ അങ്ങ് ജമ്മു കഴിഞ്ഞ് അങ്ങ്
ശ്രീനഗർ വരെയൊക്കെ ഏകദേശം ഇതേപോലെയൊക്കെ തന്നെ ആയിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പുതിയ ഏതോ റോഡ് വരുന്നുണ്ട് കേട്ടോ. ഇത് എക്സ്പ്രസ് വേ എന്ന് തോന്നുന്നില്ല ഇവനെ. ഇതിന്റെ ബാക്കിയൊക്കെ എന്നൊന്നും ലഡാക്കിലൊക്കെ നമ്മള് കാശ്മീരിലൊക്കെ പോകുന്ന വഴിക്ക് പണിയെന്ന് കാണുന്നത്. ഇത് എന്തൊക്കെയോ വലിയ വലിയ പ്രൊജക്റ്റാ. ഒരു 5 കൊല്ലം കഴിഞ്ഞ് വരണ്ട കേട്ടോ. പിന്നെ അഡ്വഞ്ചറും പറയുന്നും ഉണ്ടാവൂല. ഇപ്പൊ തുരങ്കമൊക്കെ കണ്ടമാനം വന്നു തുടങ്ങി. ഗൈസ്, അപ്പോൾ ഇന്ന് ഊമ്പലല്ല കേട്ടോ. ഇന്ന് നല്ല കാലാവസ്ഥയായിരിക്കും. എനിക്ക് 100% ഉറപ്പാ. നല്ല ഗോൾഡൻ കളർ. എന്റെ പൊന്നെ, ഇറ്റ് ഈസ് അമേസിങ് ഗൈസ്. കഴുകൻ പോകുന്ന വഴിക്ക്, കഴുകനാണോ പരുന്താണോ? എന്നാ ഇത്? ഇതെന്നാ തുമ്പി സാധനം? ഇത് കഴുകനാണോ പരുന്താണോ? ഒരുത്തനെന്തേ? എന്റെ ദൈവമേ, എന്നാ വലുപ്പം ഗൈസ്. ഞങ്ങള് പോകുന്ന വഴിക്ക് കണ്ടോ കേട്ടോ. ഇറ്റ് ഈസ് വെരി നൈസ്. ഏതാ ഇത്? കഴുകനാ, 3 എണ്ണം. ഓ, ഇതെന്തോ വേറെ ടൈപ്പ് സ്ഥലം കേട്ടോ. ഇതത്ര ഇതത്ര ഈ പരുന്തും കഴുകന്മാരും കൂടുതലുള്ള സ്ഥലം അത്ര നല്ല സ്ഥലമല്ല കേട്ടോ, അല്ലേ? അങ്ങനെയാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. ഇറ്റ് ഈസ് വെരി നൈസ്. ഇറ്റ് ഈസ് വെരി അമേസിംഗ് പ്ലേസ്. വളരെ ബ്യൂട്ടിഫുൾ. അതായത് നമ്മള് കിസ്ത്വാറിന് ജമ്മു വഴിയല്ല, നമ്മൾ വേറെ വഴിയാണ് സുഹൃത്തുക്കളെ പോകുന്നത്. ആ ഒരു വഴി കൂടിയാണ് നമ്മളിപ്പോ സഞ്ചരിക്കുന്നത്. ഒരു പ്രത്യേക ഗ്രാവിറ്റി അല്ലെങ്കിൽ പ്രത്യേക നോക്കിയേ, ഒരു പ്രത്യേക നേച്ചർ. ഓ നോക്കിയേ, ഇതെന്താ ഇത്? ഇതെന്താണിത്? ഗൈസ്, ഇതൊരു പ്രത്യേക രീതിയിലുള്ള സെറ്റപ്പ് ഉള്ള ഒരു സ്ഥലം. നമ്മൾ ഇതേവരെ ഇതിന്റെ മെയിൻ സ്ഥലത്ത് എത്തിയിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 4 വർഷം മുമ്പേ നമ്മൾ കില്ലർ പാഡർ പോയത്. അതിൽ കില്ലറി മാത്രം പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം തികയ്ക്കാം എന്ന് വിചാരിക്കുന്നത്. ഇത് കണ്ടോ, പോകുന്ന വഴി നോക്കിയേ. ഇറ്റ് ഈസ് വെരി നൈസ് മാൻ. ഇറ്റ് ഈസ് വെരി അമേസിംഗ് ഫീൽ. ഗൈസ്, പോകുന്ന വഴി മൊത്തം ഇതേപോലെ പരുന്തുകളാട്ടോ. ഇതെന്താ സംഭവം എനിക്ക് ഇതുവരെ ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. ഇതെന്തോരം പരുന്താ. ഇതെന്തായാലും ഇനിയിപ്പോ പരുന്തിന്റെ അങ്ങനത്തെ വലിയ ഇത് മേളിലേക്ക് നോക്കിയ തുമ്പി. മേളിലേക്ക് നോക്കിയ ഫുള്ള്. എന്താ പൊന്നെ, ഇത് നോക്കി, ഇത് എത്ര പരുന്താ. വാട്ട് ഈസ് ദിസ്? ഇത് ബസ് റൂട്ടാട്ടാ. ബസ്സുകൾ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. ആഹാ, കൊള്ളാല പരിപാടി. ഈ ബസ് റൂട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബസ്സിന് ഒടുക്കത്തെ ഫെയർ അവിടെ. ബസ് ഫെയർ നമ്മുടെ നാട്ടിൽ പോലെ ഒന്നുമല്ല. മിനിമം ചാർജ് 10 രൂപ. ഗൈസ്, ഫൈനലി നമ്മൾ ആ സ്ഥലത്ത് വണ്ടി നിർത്തി. ഫുള്ള് A to Z, ഏത് സ്ഥലത്തോട്ട് നോക്കിയാലും മൊത്തം കഴുകന്മാരും അതുപോലെ തന്നെ പരുന്തും. ഇതേ പരുന്തിന്റെ രോമമായി കാണുന്നത്. എന്തൊരു രസമെന്നറിയാം കാണാൻ വേണ്ടി. പരുന്തിനായാലും ഫ്രൈ വെച്ചോ? ഫുള്ള് തുത്തലാണല്ലോ. ഇത് ഫുള്ള് പരുന്താട്ടോ. എൻ്റെ കിളി പാറിപ്പോട്ടോ. ഇങ്ങനെ പരുന്തിനെ കണ്ടിട്ട് ആകാശം മൊത്തം പരുന്തിന്. ഇപ്പൊ എന്തെങ്കിലും സാഞ്ചുറി വല്ലതും ആണോടാ? പിന്നെ അതായത് ഇത് മറ്റേ മുട്ടയിടാൻ വരുന്ന സമയമായിരിക്കും. രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് പറന്നു വരുന്നതായിരിക്കും. പറയാൻ പറ്റില്ല കേട്ടോ, ദേശാടനമാണോ എന്നാ സംഭവം. ഇങ്ങോട്ടുള്ള ഒരു വ്യൂ, ഒരു അസഹനീയമായ വ്യൂ എന്ന് വെച്ചാൽ ഒരു അസഹനീയമായ വ്യൂ. പോകുന്ന വഴിക്ക് നമ്മള് ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ലുക്കുള്ള സ്ഥലം കിട്ടുമെന്ന്. വേറെ കാര്യം ഇവിടുത്തെ പാറ കണ്ടോ? പാറ പെട്ടെന്ന് പൊടിഞ്ഞു പോവുക. ഗൈസ് നോക്കൂ, അത് നമ്മുടെ ചെറുക്കൻകുട്ടി ഇവിടെ ഉണ്ട്. നമ്മുടെ കൂടുതൽ വന്ന ആളാന്ന് പോലും അറിയാം. താൻ എങ്ങോട്ട് നമ്മൾ ഉപേക്ഷിച്ചോ? ഇത് നോക്കി, ഇത് ഞാൻ നോക്കുന്ന സ്ഥലത്തോട്ട് നോക്കുക. അതായിരിക്കും ഗൈസ് നോക്കൂ, ഇത് കഴുകനല്ല കേട്ടോ, ഇത് പരുന്താണ്. ഈ സാധനം പരുന്ത്, നല്ല ഒന്നാന്തരം പരുന്ത്. ഇന്ന് ഇത്ര നല്ല സ്കൈ ആവും ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചല്ലേ. പക്ഷെ നന്നായിരിക്കുന്നു. എന്ത് രസമെന്നറിയാം കാണാൻ വേണ്ടി. നല്ല രസമുണ്ട്. നമ്മുടെ ചെറുക്കൻ ഇവിടെ നിൽപ്പുണ്ട്. ഇറ്റ് ഈസ് വെരി അമേസിങ്. ഒരു പ്രത്യേക ഫീലിംഗ്. എന്താ പറയുക, കുറേ നാളുകൾ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കുറേ നാളുകൾ കൂടിയാണ് ഇന്ത്യ കൂടെ ഈ ഒരു സൈഡിലേക്ക് വരുന്നത്. പക്ഷേ ഇതിനു മുമ്പേ നമ്മൾ സിക്കിമിൽ യാത്ര ചെയ്തായിരുന്നു. പക്ഷേ അതും ഇതും തമ്മിൽ ടെറേൻ ആടിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ പണ്ട് പോയിട്ട് പാഡർ വരെ പോയിട്ട് കില്ലറിൽ പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെ കിസ്ത്വാർ ടു കില്ലർ അടിക്കാൻ പോവാണ്. സി മിസ്റ്റർ എബിൻ. യെസ്, അതായത് നമ്മൾ ചൈനയില് ഒരു പാസ് ഇങ്ങനെ പോയിട്ടുണ്ട്. നമ്മൾ ഇതേപോലത്തെ റോഡ് പോയിട്ടുണ്ട്. അത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായോ? ടിബറ്റിൽ ആ സൈഡിൽ എവിടെയെങ്കിലും ഇതേപോലത്തെ റോഡ് അല്ലേ? യെസ്, അവൻ പറഞ്ഞത് കറക്റ്റ് ആണ്. അവൻ പൊട്ടനാണെങ്കിൽ ഇവൻ ഇടയ്ക്ക് നല്ല കാര്യം പറയും കേട്ടോ. ഗൈസ് ഇത് കണ്ടോ, ഗൈസ് ഇവിടെ മാത്രം ഒരു ടവർ ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു വില്ലേജ് ആകാൻ സാധ്യത ഉണ്ട്. എന്തായാലും വളരെ നൈസായിരിക്കുന്നു. ഇതിൽ ഇഷ്ടംപോലെ വണ്ടികൾ പോകുന്നത്. ഏതാ റൂട്ട് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കിസ്ത്വാറിലേക്ക് ജമ്മു കൂടാതെ പോകുന്ന റൂട്ടാണ്. പോവാം. ഇനി തുമ്പി സൈഡിൽ നിന്ന് ഫോട്ടോ എടുത്തോ, ഞാൻ ഓടിക്കാം. എന്നാ ഇത് മണ്ണ് അത്ര പോരാ. വാ 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 ഗൈസ് നോക്കൂ, നമ്മളങ്ങനെ
ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രീമിയം SUV-ൽ യാത്ര ചെയ്യുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ പല രാജ്യത്ത് പോയതും ഒരു ഫെസിലിറ്റി ഇല്ലാത്ത വാഹനങ്ങളിലാണ്. AC മാത്രമേ ഉണ്ടാവില്ല, വേറെ ഫെസിലിറ്റി ഒന്നും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ഹീറ്റർ ഉണ്ട് വണ്ടിയിൽ. ഹീറ്റർ അങ്ങനെ A to Z എല്ലാ സാധനവും ഉണ്ട്. മറ്റേന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇഷ്ട എണ്ണ വരച്ചാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം. മിസ്റ്റർ നിച്ചൽ, ആ കയറ്. കുറച്ച് കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് പുള്ളി കുളിക്കടവിൻ്റെ അടുത്തെത്തും കേട്ടോ. വാ ഗൈസ്, ഇതിലും സൂപ്പർ സ്ഥലങ്ങൾ നമുക്ക് കാണാനുള്ളതാണ്. അത് നമുക്ക് കാണണം. ഞാനങ്ങനെ വണ്ടി എടുക്കുകയാണ്. നമ്മൾ ഓമിനി പോലുള്ള വാഹനങ്ങളിലൊക്കെ ഇതിലെ യാത്ര ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ പറ്റിയത് തന്നെ ദൈവത്തിനോട് ആദ്യം നമ്മൾ നന്ദി അറിയിച്ച്, നമ്മൾ രണ്ടാമത് തുമ്പിയോടും നന്ദി അറിയിച്ച്, നമ്മുടെ പ്രേക്ഷകരോടും നന്ദി അറിയിച്ച് പോവുകയാണ്. അപ്പം നമ്മളങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങി. ഗൈസ് നോക്കൂ, ഇന്ന് ഞങ്ങൾ വെച്ചാക്കുന്ന ഹോളി ലാൻഡിൻ്റെ A1 എന്ന് പറഞ്ഞ മൈക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് പറയണം. ആ സൈഡിലേക്ക് നോക്കിയ ഒരു പ്രത്യേക വ്യൂ നിങ്ങൾ ശ്രദ്ധിച്ചോ? അങ്ങോട്ട് നോക്കിയേ, പ്രത്യേക തുമ്പി അങ്ങോട്ട് നോക്ക്. ആ എൻഡ് നോക്കിയേ, പറയുന്നത് ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അങ്ങോട്ട് നോക്കടാ, ഈ അതുണ്ടോ, അവിടെ കണ്ടോ, അവിടെ കണ്ടോ, ഒരു പ്രത്യേക ഒരു എൻഡായിട്ട് വന്ന് നിൽക്കുന്ന ഒരു എന്നാ പറയാ കനോൺ പോലെ അല്ലേ ഇവനെ, കനോൺ പോലെ. നീ പറഞ്ഞ കാര്യം കറക്റ്റ്. ഇനി കനോൺ ഉള്ള സ്ഥലമാണോ ഇത്? എന്തോ ഒരു പ്രത്യേകത ഉള്ള ഒരു സ്ഥലമാട്ടോ ഈ ഒരു സ്ഥലം. ഇന്ന് വായിച്ചത് എങ്ങോട്ടാ പോകുന്നെന്നുള്ളത്. ശ്രീനഗറിന് ഈ റൂട്ടിൽ പോവാവോ? 213 കിലോമീറ്റർ. ആ പിന്നെ അല്ല, വേറൊരു കാര്യം എന്താണെന്നറിയോ? കുറച്ചും കൂടെ പെതിയെ പറഞ്ഞ ആരും കേൾക്കുകയല്ല. കുറച്ചും കൂടെ മൈക്ക് ഉള്ളിടത്തോട്ട് വന്ന് പറയണോ? ആ പറ. അതായത് ഇല്ല ഒരുമാതിരി എന്താ പറയാ കുമ്മായം പോലത്തെ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയല്ലോ അല്ലേ? ലാൻഡ് സ്ലൈഡിംഗ് ഒക്കെ ഉണ്ടാവുന്നത് ഈ പൊട്ടൽ ആ സാധനങ്ങളൊക്കെ പെട്ടെന്ന് വന്ന് മണാലി അവിടെ പ്ലീസ് ലിസൺ പ്രഷർ സാറ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ. അതിന്റെ അല്ല, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ആ അവിടെ തന്നെ അവർ ആ പാലം പണി നിൽക്കുന്നതിന്റെ താഴെ കണ്ടോ, അടിയിൽ നിന്ന് ഇങ്ങനെ മണ്ണ് ഒലിച്ചോണ്ടിരിക്കും. യെസ് ഗൈസ്, ഇവിടുത്തെ കൃഷിയൊക്കെ എല്ലാം വിളവെടുത്ത് കഴിഞ്ഞു. നോക്കിയേ, മണ്ണ് കൊണ്ടുണ്ടാക്കിയ 2 വീടാണ് അവരുടെ ഈ ചാർപ്പാണോ? ഒന്ന് ചാർപ്പും അതിന്റെ അപ്പുറം വീടും. ഗൈസ്, ഇവിടെയൊക്കെയുള്ള കൃഷിക്കാര് അത്യാവശ്യം സമ്പന്നരാണ്. ഈ പഞ്ചാബ്, ഹരിയാന, ഈ ജമ്മുവിനൊക്കെ അടുക്കുന്ന അത്യാവശ്യം വലിയ രീതിയിൽ ഈ എന്നാ പറയുക ലാൻഡുള്ള ഒരു പൈസക്കാരും, എന്നാലും ഈ ലാൻഡ് റെൻറ്റിനെടുത്ത് ചെയ്യുന്നവരുടെയാണ് അവസ്ഥ വളരെ ദയനീയമാണ് കേട്ടോ. അതായത് ഇവനെ ഇങ്ങോട്ട് നോക്കിയ ഒരു കാര്യം ഞാൻ പറയാം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം കേട്ടോ. അതായത് ഈ നമ്മളീ പോകുന്ന റൂട്ടുണ്ടല്ലോ, ഇതിപ്പം ഇത്രയും നല്ല റോഡായതാട്ടോ. നേരത്തെ ഇത്ര നല്ല റോഡ് അല്ലായിരുന്നു. നോക്കിയേ, ഇതൊക്കെ ഉണ്ടോ ഒറ്റ കുറ്റിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. എടാ ലിബിനെ, എനിക്ക് ഇത് കണ്ടപ്പോ തോന്നുന്നില്ല, അന്ന് നമ്മള് സിംഗപ്പൂരിന് വണ്ടി ഓടിച്ചു പോയില്ലേ, അന്ന് നമ്മൾ മിസോറാം ഓർക്കുന്നുണ്ടോ? ബോർഡർ അങ്ങോട്ട് മിസോറാമിൽ നിന്ന് നമ്മൾ മ്യാൻമർ ബോർഡറിന് ഓടിച്ച സെയിം ഫീല്. ഇവിടെ എത്ര റോഡ് ഉണ്ടാക്കിട്ടെന്ന് പറഞ്ഞു ഒരു കാര്യമില്ല. അടുത്ത മഴക്കാലത്ത് ഈ റോഡ് ഒലിച്ചു. അതെ, ഇതാന്ന് നോക്കിയേ, ഇത് അങ്ങോട്ട് നോക്കിയേ തുമ്പി. ലിബിനെ അപ്പുറത്തെ സൈഡ് നോക്കിയേ. തുമ്പി ഇങ്ങോട്ട് നോക്ക്. ഇത് നോക്ക്, നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്, അപ്പുറം നോക്ക്. ഇതാ ഈ ഞാൻ തുറന്നെടുത്തിട്ട് നോക്ക്. നീ തുറന്നോണേ. എന്റെ പൊന്നും കുരിശു മുത്തപ്പോ, ഇതെത്രണ്ണോ? ഇതെന്താ ഇത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പരുന്തും കൂട്ടങ്ങളെ കാണുന്നത്. അല്ല, ഇവർക്ക് തിന്നാൻ കഴുകനാന്നേ. അപ്പൊ എബിൻ പറഞ്ഞ പോലെ ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഇനി നെഗറ്റീവ് ഫീലിംഗ് കേട്ടോ. അല്ല, ഇവിടെ എന്തെങ്കിലും ബോഡി എന്തെങ്കിലും ഒക്കെ ഇടുന്ന സ്ഥലമാണോ? പാഴ്സുകളുടെ ഏരിയ ആണോ? അങ്ങനെയുള്ളിടത്താണ് കഴുകും കൂടുതൽ. വേസ്റ്റ് ആവാം, പക്ഷെ ഇവിടെ വേസ്റ്റ് വരാൻ സാധ്യത കുറവാണ്. എന്താ നെഗറ്റീവ് ഫീലിംഗ് വരുന്നുണ്ടോ ഭയങ്കരമായിട്ട്? അല്ല ലിബിനെ? അതെ. അല്ല പിന്നെ ഈ കഴുകനൊക്കെ ഭക്ഷണം വേണ്ട കേട്ടാ, അല്ല അങ്ങനെ പിടിച്ചു കഴിക്കും. റോഡല്ല കേട്ടോ നമ്മൾ പോകുന്ന വഴി. പിന്നെ ഒരു കാര്യം, ഈ വണ്ടി ആയതുകൊണ്ട് നമുക്ക് പെതിയെ ഓടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്നാ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ സസ്പെൻഷൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് പൊളി. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇത് നോക്കി, തുമ്പി ഞാനൊക്കെ മറ്റേ പാരച്യൂട്ട് മേടിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണ്ടല്ലേ തുമ്പി? ഇതിന്റെ സസ്പെൻഷൻ ഇതേക്കണം, ഒരു നല്ല പൈസ വരും കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം. ഇതെന്നാ പറ്റിയതാ? ഇടിഞ്ഞു പോയതാ. നീ കണ്ണൊന്നും വെച്ചിട്ടില്ലല്ലോ. വാ പോരെ. സത്യം അല്ലേ? ചെച്ചന്റെ പോയ പോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല. ഗൈസ്, ഭയങ്കര മോശം റോഡ് എന്ന് വെച്ചാൽ ഭയങ്കര മോശം റോഡ്. ഇത്രയും തല്ലിപ്പൊളി റോഡിൽ ഓടിച്ചിട്ട് ഈ തുമ്പി എങ്ങനെ ഉറങ്ങുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. താൻ പിന്നെ എന്നാ ഊഞ്ഞാലാടാനാണ് പിന്നെ ഇതെടുത്ത് വെച്ചാക്കുന്നത്? അത് കാലിന് അല്ല. ഇത്ര ലിവിനെ ഇത്രയും കട്ട് റോഡിൽ പുള്ളി ഉറങ്ങുന്നതിന് പുള്ളിനെ സമ്മതിക്കണം കേട്ടോ. ഞങ്ങൾ കുറച്ച് ഓടിച്ചു വന്നപ്പോഴേ
ഒരു ചെറിയ ടൗൺ കിട്ടിട്ടോ. ഇവിടുത്തെ ചെറിയ ബസ് സ്റ്റാൻഡ് എല്ലാം 407 കേട്ടോ. ഇതേതാ സ്ഥലം തുമ്പി? ഇതിന് CHIANI അല്ല, മൻവാൾ. മൻവാൾ. ആ ഗൈസ് നോക്കൂ, ഈ പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുള്ളത്. നോക്കിയേ, അത്യാവശ്യം വലിയൊരു ടൗൺ ആണേ. എത്ര നേരം ഓടിച്ചിട്ടേ വരെ നിനക്ക് ഈ ടൗൺ കിട്ടിയത്? എല്ലാവരും ഉറങ്ങുമായിരുന്നു, ലിവിൻ അടക്കം എല്ലാവരും ഉറങ്ങുമായിരുന്നു. ഇവനെ സമ്മതിക്കൂല, ഞാൻ മാത്രം ഇരുന്ന് ഓടിക്കേണ്ടി വന്നു. അതെ തുമ്പി കള്ളപ്പ നൈസായിട്ട് വീഡിയോ ഓണാക്കും, തുമ്പി എണീറ്റിരിക്കുക. ഞങ്ങൾക്ക് ഇടത്തെ സൈഡിൽ സ്റ്റിയറിംഗ് ഇല്ലല്ലോ ഓടിക്കാൻ. എടോ, ഒന്നിന് ഇത്രയും പെട്ടെന്ന് മാറാൻ പറ്റൂല, തനിക്ക് മാറാൻ പറ്റൂല രീതി. ഉറങ്ങിയെന്ന് സമ്മതിച്ചല്ലോ. ആ അങ്ങനെ പറ. രാവിലെ 5 മണിക്ക് നിങ്ങളൊക്കെ എഴുന്നേപ്പിച്ചില്ലേ? ചെറിയ അപ്പൊ ഞങ്ങളേറ്റോ ഞാൻ 5 പോയിട്ടു. 5 മിനിറ്റ് വ്യത്യാസമല്ലേ മനുഷ്യള്ളൂ. 5 ആയപ്പോഴോ? താൻ 5 മണിക്ക് എണീറ്റു, 5:05 ഞങ്ങളെ വിളിച്ചു. നന്ദനത്തിൽ അമ്മണിയമ്മയാ കുട്ടിയമ്മ കുടം എടുത്തോളൂ അല്ലേ? ഇതാ റെയിൽവേയുടെ ഭാഗമാണോ എന്ന് സംശയം അതെ അല്ലേ? ശ്രീനഗർ പോന്നേ നമ്മളെ സത്യം പറഞ്ഞ ആ റൂട്ടിലല്ല, നമ്മൾ വേറെ റൂട്ടിലാണ്. അത് നമുക്ക് കാണാൻ പറ്റൂടാ, നല്ല സെറ്റപ്പായിട്ട് കാണാൻ പറ്റും. ഇത് റെയിൽവേയുടെ ആണെന്നുള്ളതാണ് ഞങ്ങളുടെ ശക്തമായ നിഗമനം കേട്ടോ. ട്രെയിൻ തന്നെയാണ്, അല്ല വണ്ടി ഓടണ്ട. ശ്രീനഗറിന് പോകുന്ന ട്രെയിനിൻ്റെ ആണെന്നുള്ളതാണ് ഞങ്ങളുടെ ശക്തമായ നിഗമനം. പക്ഷേ ഇത്രയും നേരം വരെ നല്ല ബ്ലൂയിഷ് കാലാവസ്ഥയാണ്, ഇപ്പം ഇച്ചിരി മങ്ങിഷ് കാലാവസ്ഥ കേട്ടോ. അല്ലടാ ലിവിനെ? അതെ, ഇവനെന്നെ സംബന്ധിച്ച് ഇവിടെ തണുപ്പായില്ലേ? അതിന് പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല. നിങ്ങളൊക്കെ ഇപ്പോൾ ഉറങ്ങി എണീറ്റാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ബോധമൊന്നും ഉണ്ടാവില്ല. ആർക്ക്? ഞാൻ ഉറങ്ങിയെന്നോ? ദൈവമേ, കള്ളത്തരം പറഞ്ഞ കുരങ്ങനെ പോലെ ആയി പോണേ അല്ലേ? 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 ഈ ബ്രിഡ്ജിന്റെ BRO പണിത ഈ ബ്രിഡ്ജിന്റെ ഉദ്ഘാടനമാണ്. അപ്പം ഇതിന്റെ എന്തോ വിശിഷ്ട വ്യക്തികളോ എന്തോ ഉദ്ഘാടന പരിപാടിയൊക്കെ കുറച്ച് കഴിഞ്ഞുണ്ട്. തുറന്നു കൊടുത്താണോ? 4-5 ദിവസം തുറന്നു കൊടുത്തു അല്ലേ? ബലൂണ് എന്തോ ചെറിയൊരു പാലം കേട്ടോ, അതിന്റെ ഉദ്ഘാടനത്തിന്റെ സംഭവം കാണുന്നത്. അപ്പം ഇന്നല്ലായിരിക്കും, ഇപ്പൊ നാളെ ആയിരിക്കും അല്ല ഇന്ന് വൈകുന്നേരം ആയിരിക്കും. ദൂരെ പേരാന്ന് നോക്കിയാൽ ഇവരൊക്കെ ബീഹാറികൾ, ഉത്തർപ്രദേശികൾ അങ്ങനെയുള്ളവരാട്ടോ. ഇവിടെ വന്ന് ഇവിടെ ജോലി ചെയ്യുന്ന ഇവിടെയുള്ള ആൾക്കാർ വളരെ കുറവാണ് ഇവിടെ ജോലി ചെയ്യുന്നവർ കേട്ടോ. ഇവർക്ക് ഭയങ്കര ശമ്പളവുമാണ്. പോകുന്ന വഴി അടിപൊളിയാട്ടോ, വേറെ ലുക്ക് സ്ഥലം അല്ലേ തുമ്പി? നോക്കിയ ഒരു പ്രത്യേക പ്രകൃതി ഭംഗിയായിട്ടുള്ള ഒരു പ്രത്യേക ലുക്കുള്ള സ്ഥലം. അങ്ങോട്ടങ്ങോട്ട് കേറണം, അതായത് ഇങ്ങനെ മറയ്ക്കൊണ്ടിരിക്കും. അല്ല, നമ്മൾ ഇതുവരെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിന്റെ ഭാഗം പോലും എത്തിയില്ല, കാരണം റോഡ് അത്ര നല്ലതായതുകൊണ്ട്. അങ്ങനെ നമുക്ക് ആദ്യമായിട്ടൊരു തുരങ്കം കിട്ടി ഗൈസ്. നോക്കൂ ഗൈസ്, ചെറുതാ. പക്ഷെ അതിനകത്ത് കേറുന്ന പറ്റുമോ? കേറാൻ പറ്റുമോ ഗൈസ്? ചെറിയൊരു തുരങ്കം, 2 തുരങ്കമുണ്ട്. ഒരെണ്ണം അവിടുന്ന് ഇങ്ങോട്ടും ഒരെണ്ണം ഇവിടുന്ന് അങ്ങോട്ടും. ചെറുതാട്ടോ, ഒരു 2 മലേനെ നമ്മളങ്ങ് ഭേദിച്ച് തൊട്ടപ്പുറത്തെ സൈഡിലേക്ക് എത്തുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ഞങ്ങൾ ഈ റൂട്ടിൽ ആദ്യമായിട്ട് സഞ്ചരിക്കുക കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ശല്യമോ കാര്യങ്ങളൊന്നുമില്ല, പീസ്ഫുള്ളാണ്. പക്ഷേ റോഡ് ഇച്ചിരി മോശമാണ്, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ വലിയ വണ്ടിക്ക് വരുവാണെങ്കിൽ അതും അങ്ങനെ വലുതായിട്ട് ഫീൽ ചെയ്തു. സംഭവം ഉണ്ടല്ലോ, സംഭവം ഭയങ്കര വണ്ടനാണ് സാധനം. പക്ഷേ സിംഗിൾ ലൈൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. എത്ര പൊക്കും അവന്. പക്ഷെ ദൈവാനുഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ഇതാട്ടോ സാധനം. ഇതേ കറക്റ്റ് ട്രെയിൻ ഗൈസ്, ഇതേ കറക്റ്റ് ട്രെയിൻ വരുന്ന സാധനം കിട്ടി. എൻ്റെ പൊന്നെ, കറക്റ്റ് തുമ്പി പറഞ്ഞതുള്ളൂ, കിട്ടുമോ. ഇതേ പോകുന്നു. ഇത് എനിക്ക് തോന്നുന്നത് സാധാരണ ചെറുതാട്ടോ, അടിപൊളി ഗൈസ്, കലക്കി. തുരങ്കത്തിൻ്റെ അകത്തോട്ട് കയറി പോയി അവിടെ വിസിലടിക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നി അവിടെ എല്ലാം മറ്റേ സുരക്ഷയ്ക്ക് ആൾക്കാരുണ്ട്. ഇവനെ ഉണ്ട്, വിസിലടിക്കുന്നുണ്ട് കേട്ടോ. നമ്മളോട് എങ്ങനെയാണോ ഇതിനെ എടുക്കാൻ ഗൈസ്. ഞാൻ വണ്ടി നിർത്തിയിട്ട് ഓടി ഞാൻ. അയ്യോ, വിസിലടിയാ ഗൈസ്. ഞാൻ വണ്ടി ആൻബ്രേക്ക് വിളിച്ച് ഞാൻ നോക്കി അതിലൊരു സാധനം ഇങ്ങനെ വരുന്നു, ചാടി പറിച്ച് ഞാൻ ഇറങ്ങി ഓടി കേട്ടോ. ആദ്യമായിട്ട് കാണുമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ജിജ്ഞാസ. അതെ, ഇന്നലെ നമ്മൾ ആർമി ട്രക്ക് എടുക്കാൻ നേരത്തെ ഇതേപോലെ നമ്മൾ വണ്ടി ചാട്ടായി കാറിയില്ലേ, ഞെട്ടിപ്പോയി സംഭവം. ഫൈനലി നമ്മളങ്ങനെ ട്രാവൽ ചെയ്ത് ഉദൻപൂർ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഇനിയിപ്പോൾ നമുക്ക് വളഞ്ഞ് വേണം നമുക്ക് കിസ്ത്വാർ റൂട്ടിലേക്ക് കയറാൻ വേണ്ടി. ഇത് 4 ലൈൻ നല്ല വഴിയാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഏത് കാലിനിടെ കൂടിയാ പോവുക? എന്നിട്ട് അങ്ങനെയാണോ? അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് കൂട്ടാ? ഒരിക്കലും അല്ല. ഗൈസ്, തീപ്പെട്ടി കഷ്ണങ്ങൾ അടുക്കി വെച്ചാക്കുന്ന പോലെ നല്ല കളർഫുൾ വീടുകൾ. എന്ത് രസമല്ലേ? 1 2 പൊട്ടാസ് നമ്മൾ മേലോട്ട് പൊട്ടിക്കുന്ന പോലെ. പൊട്ടാസ് മേലോട്ട് പൊട്ടിക്കുന്ന പോലെ. വികട നീ എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത്. വീടുകളാന്ന് നോക്കിയേ,
എന്ത് രസമാ ഇത് ഏറ്റവും രസം എന്ന് വെച്ചാൽ രാത്രി കാണണം ഇവനെ. രാത്രി കണ്ടു കഴിഞ്ഞാൽ എന്താ ഈ ലൈറ്റിന്റെ അങ്ങ് ലോങ്ങിൽ കാണണം. പ്രത്യേക പേര് പറയൂടാ, ഷാഡോ ലൈറ്റ്. അത് നിന്റെ കുഞ്ഞു നമ്മെല്ലാം പറയും. ഷാഡോ ലൈറ്റ് വേറെ ഷിംലയിലുണ്ട്. ഏറ്റവും ലോകത്ത് ഏറ്റവും രസമുള്ള സ്ഥലം എവിടെയാണെന്ന് അറിയാവോ? ഷിംല അല്ല, മിസോറാമിലെ ഐസ്വാൾ എന്ന് പറഞ്ഞ സ്ഥലം. അത് ഷിംലയിലെ വീട് ഇതുപോലെ അടുക്കി ലിവിങ് ആയിട്ടത് ഇച്ചിരി ഇക്കിളി ഉണ്ടെന്ന് ഓർത്ത് ഓടി വന്ന കേട്ടോ. കിട്ടിയില്ല, ഒന്നുമില്ല, ഒത്തില്ല. വണ്ടിയാണ് ഞാൻ ലിവിന് പ്ലാൻ ചെയ്ത വണ്ടി മേടിക്കാൻ തന്നെ. ഇത് കണ്ടം ചെയ്തിട്ടില്ല. ഞങ്ങൾ പണ്ട് പോലെ പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങൾ സ്ഥിരം ഈ റൂട്ടിൽ പോകുമ്പോൾ ബിരിയാണി കഴിക്കുന്ന കട കാണിച്ചു തരാം കേട്ടോ. ഇത് A1 സ്വീറ്റ്സ് എന്ന് പറഞ്ഞ ഈ സാധനം നല്ല ബിരിയാണി കൊടുത്തത്. നല്ല കിട്ടില്ല ബിരിയാണിയാണോ? ചിക്കൻ ബിരിയാണി. ഇത് എവിടുത്തെ നല്ല ബിരിയാണി കുർമ ഒക്കെ കിട്ടും കേട്ടോ അവിടെ. ഡാക്ക് റൂട്ട്. ഇത് നമ്മൾ ഈ പോകുന്നതാണ് കിസ്ത്വാർ റൂട്ട്. നമുക്ക് ഈ റൂട്ടിലാണ് നമുക്ക് കിസ്ത്വാർ റൂട്ടിലേക്കാണ് പോകേണ്ടത്. മേളിലാ കൂട്ടാ, നമുക്ക് മേലോട്ടാ പോകണ്ടേ. ഇത് കിസ്ത്വാർ അതല്ലേ? ഗൈസ്, എന്റെ വിശ്വാസം ശരിയാണ്, നമ്മൾ ആ വലിയ ടണലിലേക്ക് കയറാൻ പോവാട്ടോ. അതെ, ഇത് അതോറിറ്റി ഓഫ് ഈ കാണുന്ന ടണലിനുള്ള ടോൾ പിരിവാണ് ഈ കാണുന്നത്. എത്രയാണ്? 1300 രൂപയോ? പിന്നെ 1300 രൂപ, 100 സംതിങ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഈ കാറുകാരന്റെ മണ്ടന്മാരല്ലേ? അതിനാ അവിടെ എല്ലാരും ഒന്നിന്റെ നമ്മളടക്കം മണ്ടനായില്ലേ? അപ്പം നമ്മളും കാറുകാരനല്ലേ? അല്ല, നമ്മള് ലോറിയുടെ ബൈക്ക് പിടിച്ച് നമ്മള് പോകുന്നില്ലേ? അത് കണ്ടിട്ട് കാര്യമില്ലടാ. മര്യാദ ഉള്ള ഒരു മര്യാദ കാണിക്കും. നമ്മള് മര്യാദ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടോ? ആലോചിക്കണോ? രണ്ടെണ്ണം കൊള്ളാം അല്ലേ? ഈ പ്രാവശ്യം ഞങ്ങൾ കുടുങ്ങി. ഇന്നത്തെ രണ്ടാമത്തെ കേട്ടോ. അതായത് നമ്മുടെ ടോളിലെ പൈസ തീർന്നു പോയി. അപ്പൊ ഞങ്ങൾ അവിടെ ഫോൺ പണയം വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങ് പോകുന്നു. എന്നിട്ട് വണ്ടി ഇവിടെ സൈഡാക്കി റീചാർജ് ചെയ്തു. അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതായത് സാധനം അടിച്ചു കൊടുത്ത് സംഭവം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഈ കാണുന്ന വലിയ ടണലിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഇതെന്താ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടണലെങ്ങാനും എനിക്ക് തോന്നുന്നു കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടണലായത്. തുമ്പി, ഇന്ത്യയിലെ ഏറ്റവും വലിയ ടണലാന്ന് തോന്നുന്നു. താൻ അവിടെ സൈഡ് സീറ്റ്. ഗൈസ്, ഞങ്ങൾ നേരെ പോവുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടണലിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നതെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഓടിക്കണോ? വേണ്ട, ആയില്ലേ? വാ കയറ്. ഗൈസ്, ഇന്നത്തെ രണ്ടാമത്തെ പണയം വെപ്പാണ് എൻ്റെ ഫോൺ കേട്ടോ. ആദ്യം ഒന്ന് പണയം വെച്ചു. എന്തായാലും ID കാർഡ് കൊടുത്തിട്ട് ID കാർഡൊന്നും ഇല്ലല്ലോ. പൈസ മൊത്തം പോകുന്നു പറഞ്ഞോ? ആണോ? ഗൈസ്, എല്ലാവരും മുട്ടി വയ്ക്കുക. ഞാൻ ഇനി ആർക്കും ഓടിക്കാൻ കൊടുക്കില്ല കേട്ടോ. ഞാൻ ഏകാധിപതിയാണ്. ഞാൻ നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ഈ കാണുന്ന ഇത് ഈ ടണലിലൂടെ ഒക്കെ നമ്മൾ ദൂരം ഓടിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? കയ്യും കണക്കില്ലാതെ ഓടിച്ചിട്ടുണ്ട് അല്ലേ? കേട്ടോ, ഇവിടെ 4-5 വട്ടം നമ്മുടെ നാട്ടുകാർ ഓടുന്നേക്കാളും കൂടുതൽ ഞങ്ങൾ ഇവിടെ ഓടിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലേ? നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ശ്രേണിയിലേക്ക് മറ്റേ കീ ഇല്ലാത്തൊരു വണ്ടി മേടിക്കുന്നത്. ശരി, നമ്മുടെ വണ്ടിക്ക് താക്കോലില്ല കേട്ടോ. അതെ, താക്കോലുണ്ട്. സ്റ്റാർട്ട് ചെയ്യാൻ താക്കോല് വേണ്ട. കീശ ഇട്ടിട്ടാണ് താക്കോല് വെച്ച് സ്റ്റാർട്ട് ചെയ്യാലോ. ഗൈസ്, എനിക്ക് തോന്നുന്നു ഇത് 10 കിലോമീറ്റർ എങ്ങാനും ഉണ്ട് കേട്ടോ ഈ കാണുന്ന ടണൽ. അടലും വലിയ ടണലാണോ എന്ന് ചെറിയ എനിക്ക് സംശയമുണ്ട്. തുമ്പിക്ക് അറിയാവോ ഇതിനെക്കുറിച്ച്? ഇത് പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ നിർത്തുവാണെങ്കിൽ കറക്റ്റ് ഡീറ്റെയിൽ ഉണ്ട്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെന്നൊക്കെ കാണാൻ പറ്റുമായിരിക്കണം. നോക്കൂ, ഇതാണ് നമ്മുടെ റോഡ്. ഇത് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 10 കിലോമീറ്റർ മേലുണ്ട് തുമ്പി. ഇത് ഇവിടെ കൗണ്ടിങ് എടുത്തോ. അതാ കറക്റ്റ് കൗണ്ട്. ഇത് 0, ഇത് 0 കണ്ടല്ലോ. അവിടെയല്ലോ, ഇവിടെ 0 ഉണ്ടല്ലോ. ഇനി താൻ ഇതിന്റെ ലാസ്റ്റ് നോക്കി. ഇത് 10 കിലോമീറ്റർ. എനിക്ക് തോന്നുന്നു ഇതാന്ന് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്. എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്കപാത അല്ലേ? ഫൈനലി നമ്മൾ കഴിഞ്ഞു. കറക്റ്റ് 9 കിലോമീറ്റർ, 1 കിലോമീറ്റർ കുറവ് കേട്ടോ. 9 കിലോമീറ്റർ ലിവിനെ. 9 കിലോമീറ്റർ. അതപ്പം എനിക്ക് തോന്നുന്നു അടലിലും വലുതാന്ന് തോന്നി ടണല് അല്ലേ? അടലും വലുത് തന്നെയാണ്. ഐസ്, നമ്മുടെ വണ്ടിക്ക് എണ്ണ അടിക്കാൻ നിർത്തി കേട്ടോ. ഒരു തുള്ളി എണ്ണയില്ല എന്നല്ല, പകുതി എണ്ണ കേട്ടോ. എന്നാലും അടിച്ചേക്കാം. കുറച്ച് നേരത്തേക്ക് ഡ്രൈവർ മാറി കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഉറക്കം വരുവാന്ന്. പുള്ളിക്ക് ഓടിച്ചാലേ ഉറക്കം മാറത്തുള്ളൂ. എനിക്ക് തരാൻ പറഞ്ഞു, ആരും തന്നില്ല. അതെ, വേണ്ട. നിനക്ക് തരാൻ പറ്റിയത് വാഴപ്പഴമൊന്നും അല്ല, ഇത് വണ്ടിയാ. നീ എക്സ്പീരിയൻസ് ആണല്ലോ ഇവനെ, അല്ലാതെ നിനക്കൊന്നും ഓടിക്കാൻ പറ്റത്തില്ല. ഇരിക്കോ? ബസ് ഓടിക്കുന്നത് എന്നോടാണോ പറഞ്ഞത്? കൊച്ചല്ല, നീ പറയെടുത്ത് ഓടിക്കുന്ന. പോടാ. കൈസ് നോക്കിയേ, പോകുന്നു അപ്പുറം നോക്കി. എന്ത് രസം നോക്കിയേ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ. അതായത് ഏഷ്യൻ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ തട്ടുതട്ടായിട്ടുള്ള കൃഷി. അതെ. നമ്മൾ വിയറ്റ്നാം, ഇന്ത്യ, ചൈന, ലാവോസ് അത്രയില്ല. ഈ രാജ്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. ഇത് വളവാണ്. അത് നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട കാര്യമില്ല. ഇതൊരു വളവാണ്. ഇത് അല്ല, ഈ വളവിനൊരു പ്രശ്നമുണ്ട്. ഓവർലോഡായ വണ്ടികളാണ് ഇവിടെ മൊത്തം പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന റോഡുകളൊക്കെ നശിക്കും. എത്ര പവിഴം കൊണ്ടല്ല, ഇനി വെണ്ണാരക്കല്ല് കൊണ്ട് റോഡ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും
റോഡ് കുളമാവും, അത് 100% ഉറപ്പാണ്. സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല തുമ്പി? ഇല്ല, ഞാൻ മാനുവലില്ല വണ്ടി ഓടിക്കുന്നത്. അതിനാ അതാകുമ്പം ഗിയർ ഫസ്റ്റിൽ എൻഗേജ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ഹില്ലിൽ വളരെ മോശം പെർഫോമൻസ് ആയിരിക്കും. അത് നിങ്ങളിപ്പോൾ എന്നോ നല്ല എൻജിൻ്റെ അല്ലെ എന്നോ നല്ല ഗിയർ ബോക്സ് ഉള്ള വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞാലും ഓട്ടോമാറ്റിക് ഹൈ പാസിലും ഹൈ ആൽറ്റിറ്റ്യൂഡിലും ഇവിടെയൊക്കെ ഭയങ്കര മോശമായിരിക്കും കേട്ടോ. എന്ത് രസം നോക്കിയാൽ ഇങ്ങനെ തട്ടായിട്ട് വീട് നോക്കിയേ, ദൈവമേ ഫീലിംഗ് ആടോ. അങ്ങോട്ടൊക്കെ എങ്ങനെ വണ്ടി കയറി പോവും? ഗൈസ് നമ്മളിനിപ്പോൾ പാടർ ആ ഒരു വശത്തോട്ട് പോലെ കിസ്ത്വാർ അവിടെ ഇതിന്റെ 10 ഇരട്ടി സെറ്റപ്പ് ആയിരിക്കും കേട്ടോ കാണാൻ വേണ്ടി. അല്ലേടാ ലിബിനെ? പാടർ എന്ന് പറഞ്ഞ സ്ഥലം, ക്രിസ്താൾ എന്ന് പറഞ്ഞ സ്ഥലം, അത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു 10 തെങ്ങ് ഒക്കെ പൊക്കത്തിൽ കൂടി ആയിരിക്കും നമ്മൾ വണ്ടി വന്നത്. അതായത് നമുക്ക് ആകാശം പൊട്ടേ നമുക്ക് വണ്ടി കൊണ്ട് ഓടിച്ച് പോകാൻ വേണ്ടി പറ്റും. ശ്വാസം മുട്ടിപ്പോവാൻ ഞാൻ ഭാഗ്യം, ഇച്ചിരി വെള്ളം കൊടുക്ക. സത്യം കേട്ടോ, ഇനിയും കുറച്ചും കൂടെ ലീവ് പറഞ്ഞാൽ ശ്വാസം മുട്ടിപ്പോയാനെ. ഞാൻ സത്യം പറഞ്ഞു അല്ലേ തുമ്പി? തുമ്പിയുടെ കിളിക്കകത്തിട്ട് കിളി പോയോ? എൻ്റെ 2 കിളി ഇതിലേ പോയി. നമുക്ക് ഈ വഴി അറിയില്ല, മിണ്ടായിരിക്കുന്നതല്ലേ, പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. അതാണ് മനസ്സിലായോ? നെസ്റ്റോൾഫിയ ആൻഡ് ഡിസ്ക്ലോ അല്ലേ ലിവിനെ? അതായത് വെള്ളത്തിൽ ചവിട്ടി ഞാൻ മര്യാദക്ക് വീട്ടിൽ പോകാൻ ടിക്കറ്റ് എടുത്ത എന്നെ ടിക്കറ്റ് ഒന്നും എടുത്തില്ലേ? പുള്ളി വീട്ടിൽ പോകാൻ പ്ലാൻ ചെയ്തു. നമ്മൾ പറഞ്ഞു ചേട്ടാ നിങ്ങൾ മുടിഞ്ഞു പോകും ഞങ്ങൾ ഇവിടുത്തെ വന്നില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാഗി. അങ്ങനെയാണ് പുള്ളി ഞങ്ങൾ വിളിച്ചാൽ നന്നായില്ലേ, ടിക്കറ്റിനെല്ലാം വില കൂടിയില്ലേ. ഇനിയിപ്പോ നമ്മുടെ കൂടുതൽ പോകത്തില്ലേ, ഒരുമിച്ച് പോകാം. 1 ലക്ഷം രൂപ ടിക്കറ്റിന് കണ്ട് തിരുവനന്തപുരത്തിന് കണ്ട്. ഗൈസ് ഇത് AW. ദൈവമേ, ഇവിടെയൊക്കെ AW ഇറങ്ങിയായിരുന്നു. AW ഇറങ്ങിയത് കണ്ടില്ലേ? ഒരെണ്ണം കണ്ട്. അതെ, ആദ്യമായിട്ടും അവസാനമായിട്ട് ഗൈസ് ഏഷ്യൻ മോട്ടോർ വർക്ക്സ്. അതാണ്. എടാ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടാ. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ടൗൺ ആട്ടോ. നമ്മള് കിസ്തോറാണ് ഏറ്റവും വലുത്. അങ്ങനെ ആകുമ്പം ഇവിടെ ആയിരിക്കും ഏറ്റവും വില കുറഞ്ഞ ഭക്ഷണം കിട്ടും. எப்படி இருக்கு? அப்படி இருக்கு. இந்த സ്ഥലം எப்படி இருக்கு? நல்லா இருக்கா? நல்லா இருக்கு. ഗൈസ് നമ്മൾ പോകുന്ന വഴി കേട്ടോ, നല്ല ക്രിസ്മസ് ട്രീ പോലത്തെ സെറ്റപ്പ് ആട്ടോ. ശരിയല്ലേ, ക്രിസ്മസ് ആകാനായല്ലേ? ക്രിസ്മസിന് ഇനി വലിയ ദിവസമൊന്നും ഇല്ല. ക്രിസ്മസിന് മുന്നെങ്കിലും നാട് പിടിക്കണം കേട്ടോ, അല്ലേ തുമ്പി? ഗൈസ് നോക്കൂ, ക്രിസ്മസിന് മുമ്പേ ഞങ്ങൾക്ക് നാട് പിടിക്കണം. എന്നിട്ട് പോയിട്ട് ഒരു 5-6 ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചും വരും. ന്യൂ ഇയർ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും കേട്ടോ. അതെ, അതാണ് ഞങ്ങളുടെ പ്ലാന്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. നമ്മൾ അന്ന് കിസ്ത്വാറിന് പോയത് വേറെ റൂട്ടിലാണ്, ഈ റൂട്ടിലല്ല. കിസ്ത്വാർ ഇതിൻ്റെ 10 ഇരട്ടി ആട്ടോ. ഒന്നുമല്ല കിസ്ത്വാറിൽ നിന്ന് പാടർ പോകുന്ന റൂട്ട്. ഇന്ന് ഞങ്ങൾ അവിടെ എത്തുന്ന താമസിക്കുവാണെങ്കിൽ ഇന്ന് ഞങ്ങൾ പോകത്തില്ല കേട്ടോ. ഗൈസ് എന്തൊരഴകല്ലേ, എന്തൊരഴകാന്ന് നോക്കിയേ കാണാൻ വേണ്ടി. എന്തൊരു ഭംഗിയല്ലേ, എന്തൊരു സൗന്ദര്യമല്ലേ ഗൈസ്. ഉഫ്, ഇവിടെ ഉള്ളവർ വിചാരിക്കും എങ്ങനെയാലും ഒന്ന് താഴെ പോയി രക്ഷപ്പെട്ടാൽ മതി. നമ്മൾ വിചാരിക്കും താഴേന്ന് എങ്ങനെയാലും ഒന്ന് മേളിൽ വന്ന് ഇവിടെ വന്ന് വീട് മേടിച്ചാൽ മതിയെന്ന്. ഗൈസ് അക്കരെ കാണുമ്പോൾ ഇക്കരെ പച്ച, ഇക്കരെ കാണുമ്പോൾ അക്കരെ പച്ച. അതാണ് മനുഷ്യൻ എന്ന് പറയുന്ന സംഭവം കേട്ടോ. മനുഷ്യൻ എന്ന് വെച്ചാൽ അല്ലേ, മനുഷ്യനെ കുറിച്ച് പറയാൻ 2-3 കാര്യം പറയാനുണ്ട്. എനിക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം എന്താ? നീ അപ്പുറം ഇരിക്കും, നീ ഇപ്പുറം എന്നിട്ട് സീറ്റിന്റെ ബേക്ക് ഇരുന്ന ഞാനാ പറഞ്ഞെന്ന് വിചാരിക്കും. മനുഷ്യനുള്ള 2-3 ഇതുണ്ട്. മനുഷ്യന്റെ ആഗ്രഹവും ആസക്തി ഒരിക്കലും ജീവിതത്തിൽ തീരത്തില്ല. അത് ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം പണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ഓമിനി അല്ലെ ഒരു 800 മതിയായിരുന്നു എന്നുള്ളൊരു കൊതിയായിരുന്നു, അല്ലല്ലേ ഇവനെ? 800 ഓമിനി മേടിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് ഒരു ഇച്ചിരി കൂടെ അതൊരു കൊതി. മനുഷ്യൻ എല്ലാവരും അങ്ങനെയാണ് അല്ലേ, സംഭവം ശരിയല്ലേ? അല്ലേ, നമ്മളൊരു സൈക്കിൾ മേടിക്കുമ്പോൾ അത് കഴിയുമ്പോൾ വിചാരിക്കും ഒരു ബൈക്ക് മേടിച്ചാലോ. മനുഷ്യൻ അങ്ങനെയാണ്. വികാരങ്ങളും വിചാരങ്ങളും ഇല്ലെങ്കിൽ നമ്മൾ വെറും മന്ദബുദ്ധിയായി പോകില്ലേ. അപ്പം എല്ലാ രീതിയിലും മനുഷ്യൻ ഇപ്പം നമ്മളിപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എല്ലാ രീതിയിലുള്ള വികാരങ്ങളുണ്ട്. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല, സർട്ടിഫിക്കറ്റ് ആയിപ്പോൾ, അതുകൊണ്ട് നിർത്തുന്നു. അതുകൊണ്ട് ഈ പഴം ഞാൻ കഴിച്ചു നിർത്തോട്ടെ. ഇത്ര നേരം പുള്ളി പഴം വേറെ രീതിയിലാണ് കഴിച്ചേ. നല്ല പഴം കേട്ടോ. ഇവിടെ പഴത്തിന് ഭയങ്കര വിലക്കുറവ്. എനിക്കൊന്ന് പുറത്തുനിന്ന് വരുന്നതാന്ന് തോന്നുന്നു, അല്ലേ തുമ്പി? നമ്മളിവിടെ കിട്ടുന്നല്ല കേട്ടോ, മഞ്ഞപ്പഴം അല്ല, ഏത്തപ്പഴം അല്ല. ഇത് നമ്മുടെ നാട്ടിൽ വിലക്കുറവ് ഭയങ്കര. പോകുന്ന റോഡ് നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ നല്ല വ്യക്തമായിട്ട് കണ്ടോ. ഇനിയും കാണാൻ പോകുന്ന റോഡ് ഇതിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള റോഡാട്ടോ. ഇപ്പൊ സൈഡിൽ ഇച്ചിരി ഡിവൈഡറും കാര്യങ്ങളൊക്കെ കുറച്ച് അതും ഉണ്ടാവും. അങ്ങോട്ടും എല്ലാ നേരത്തും ഒന്നും ഉണ്ടാവില്ല. അതെ, ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനത്തെ റോഡിൽ കൂടെയാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് സുഹൃത്തുക്കളെ. ഇന്ന് നമ്മുടെ കിസ്ത്വാറിൽ നിന്ന് പാടർ പോക്ക് നടക്കൂല കേട്ടോ, ടൈം ഡിലേ ആയി. അപ്പൊ നാളത്തേക്ക് പോക്ക് നടക്കും. സോ മെനി ഡിലേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റേ ഇത് കിട്ടിയില്ലേ, കിഴപ്പിനുള്ള കിട്ടിയില്ലേ. പോലീസുകാർ ഓണടിച്ച് പോക്കായിരുന്നു. കിട്ടി 100-150 കയ്യിൽ നിന്ന് പോയെന്ന് തോന്നുന്നു കേട്ടോ. പോലീസുകാർ പിടിച്ചവനെ.
എന്തായാലും നമുക്ക് ഈ വഴിയെ നേരെ പോയി കഴിഞ്ഞാൽ നല്ല കിഡിലും കാഴ്ചയാണ്. ഇത് നോക്കിയേ, വഴി നോക്ക്, അതിലാണ് പച്ചവെള്ളമല്ലേ ചേട്ടാ. നോക്കിയേ, നമുക്ക് എങ്ങനെ പോകണ്ടെന്ന് ഇങ്ങനെ താഴെ ഇറങ്ങി ഈ വഴി നോക്കിയേ, ഇങ്ങനെ തിരിച്ചിക്കില് കയറണം. തുമ്പി ഈ വഴി നോക്കിയേ, എന്ത് രസമെന്ന് നോക്കിയേ ഗൈസ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കിസ്ത്വാറിന് വേറെ റൂട്ടിൽ കൂടെ വന്നത്, ബസ് കൊണ്ടാണ് വന്നത്, നമ്മുടെ SS നെപ്പോളിയനും കൊണ്ട്. അപ്പോൾ അന്നൊന്നും നമുക്ക് രാത്രി വന്നുകൊണ്ട് വലിയ ഫീൽ ചെയ്തില്ലേ. പക്ഷേ പകലങ്ങോട്ട് പാടറിലേക്ക് പോയപ്പം വേറെ 3 സ്ഥലമായിരുന്നു കേട്ടോ, 3 സ്ഥലം ഗൈസ്. നമ്മളീ പോകുന്ന കില്ലർ കിസ്ത്വാറില്ലേ, അതിലും വലിയ ഡേഞ്ചറസ് റോഡാണ് സംസ്കാര വാലി ടു ലേ. അത് നമ്മൾ ഓൾറെഡി ബസ് കൊണ്ട് ഓടിച്ച കേട്ടോ. ഹൈവേയിൽ ഏറ്റവും നല്ലത് ഈ കാണുന്ന ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓ, കിടന്നും ഇരുന്നും കുനിഞ്ഞും. എന്നാ ഇങ്ങനെ ഒരെണ്ണം എടുക്കുക, എന്നാ തുമ്പി ഒരെണ്ണം എടുക്കുക, എന്നാ തുമ്പി മറ്റേ എന്നാ പറയാ ഇങ്ങനെ തുമ്പി ചറവറ ഫോട്ടോയാ, ചറവറ. ഇത് കുനിഞ്ഞ് നിന്ന് എടുക്കുന്ന ക്യാമറമാനാ. അതെ, ക്യാമറമാൻ നിച്ചൽ. പുള്ളിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് കേട്ടോ, കുളിക്കടവിൽ അടി കിട്ടാതെ രക്ഷപ്പെട്ടതിൻ്റെ സർട്ടിഫിക്കറ്റ്. നല്ല തണുപ്പുണ്ട് അത്യാവശ്യം, പക്ഷെ ഞാൻ കോട്ട് ഊരി കളഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ -36 നിന്നാൽ നമുക്കത് തണുപ്പ് ഏൽക്കൂല. ലാലേട്ടൻ പറഞ്ഞ പോലെ ഉയരം കൂടുന്നതനുസരിച്ച് ചായയുടെ രുചി കൂടും, പക്ഷേ ഇവിടെ ചായ ഇല്ല. തുമ്പി പറഞ്ഞ ഇങ്ങനെ എടുത്തേ, ആ ഗൈസ്, നമ്മളെ നേരെ പോവാം. ഇന്ന് നമ്മുടെ പ്ലാനും പദ്ധതിയും നടക്കൂല. എടുക്കുമ്പോൾ നല്ല റൂം എടുക്കണം കേട്ടോ. അത്യാവശ്യം ഇപ്പം ഈ തണുപ്പാണേൽ റൂമിൽ കിടന്ന് നല്ല റൂം എടുത്തോ. 800 രൂപ കൂടുതലില്ല കേട്ടോ. ഹീറ്റർ വേണം. അതെ, ഹീറ്റർ വേണം. ഒരു വണ്ടിയിൽ കൂടുതൽ ഡ്രൈവർമാരായി കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിന് വേണ്ടി അടിയായിരിക്കും. നോക്കിയേ, ഇത് നോക്കിയേ, എന്താ വലിയ കട്ടിയില്ലാത്ത മണ്ണാടാ. ഇത് നോക്കിയേ, വേറെ സൂത്രം കാണിച്ചത്. ഇത് നോക്കിയേ, എന്നാ ഇത് നോക്കിയേ, ഇടിഞ്ഞു പോകാൻ വേണ്ടി സെറ്റായിരിക്കുന്നത്. ഐശ്വര്യമായി. നമ്മൾ വന്ന സ്ഥലമാണ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്താ ഇത്? എൻ്റെ ക്യാമറയ്ക്കൊന്നും പറ്റിയതല്ലോ. എനിക്കൊരു ചെറിയ സംശയം. എന്താ രസം നോക്കിയേ, ദ്വീപ് പോലെ അല്ലേ? ഒരു പ്രത്യേക രസം, ഒരു പ്രത്യേക ഫീലുള്ള സ്ഥലം കേട്ടോ. വീട് കണ്ടോ? ആ, അങ്ങോട്ട് നോക്കിയതേ. അയ്യോ, കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ വീടൊക്കെ ഇരിക്കുന്നു. നോക്കിയേ തുമ്പി പറയാം, എന്ത് വ്യൂ ആയിരിക്കും, എന്ത് രസമായിരിക്കുന്നത്. 2 ദിവസം കഴിയുമ്പോൾ ആ രോഗം മാറും. പിന്നെ അവർ പേടിച്ചായിരിക്കും ഇരിക്കുന്നത്. മഴക്കാലത്ത് പേടിച്ചായിരിക്കും ജീവിക്കുന്നത്. ഇവിടെ നിന്നൊക്കെ പറഞ്ഞാലേ ഈ മണ്ണിന് കട്ടിയില്ല. നമ്മുടെ നാട്ടിലെ പോലും മണ്ണിൻ്റെ അത്രയും പോലും കട്ടിയില്ലാത്ത സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങൾ. അതുകൊണ്ട് ഭയങ്കര ഇതായിരിക്കും കേട്ടോ. ഈ ഉരുൾപൊട്ടലൊക്കെ ഭയങ്കര കൂടുതലാണ് ഇവിടെ. നമ്മുടെ നാട്ടിലെ പോലെ അത്ര വാർത്തയൊന്നും വരില്ല. പിന്നെ ഈ താഴത്തെ വെള്ളമില്ല ഇവനെ, അതും ഈ മലേനെ ഇടിക്കാൻ ചാൻസ് കൂടുതലാ. നോക്കൂ കാണൂ ഈ പ്രപഞ്ചം പറന്നിടുന്നു പക്ഷികൾ. ഗൈസ് നോക്കൂ, 2 നിറമുള്ള നദി. നോക്കിയേ, ഇവിടെ നോക്കിയേ, ഡീസലും പെട്രോളും. പിന്നെ മണ്ണെണ്ണയും പറയാം. ഗൈസ് നോക്കിയേ, 2 കളറായിട്ട് 3. ഇത് ഇപ്പുറം വേറെ കളർ, അപ്പുറം വേറെ കളർ, അപ്പുറം വേറെ കളർ. ഗൈസ് ഇവിടെ വീഡിയോ ഉണ്ടോ? ഡാറ്റ ട്രാൻസാക്ഷൻ അവിടെ നടക്കുന്നുണ്ടല്ലോ. തുമ്പി ലിവിനെ, ഇവൻ എന്നെ കാണിക്കുന്ന ഫോണിൽ ഒന്ന് അകം നോക്കുക ഗൈസ്. അതായത് നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങനെ നിർത്തി. അത്യാവശ്യം നല്ല രസമാട്ടോ പോകുന്ന വഴികളൊക്കെ കാണാൻ വേണ്ടി. സമയം സത്യം പറയുകയാണെങ്കിൽ 12 മണിയായുള്ളൂ. സ്കൈ ഈസ് ഇതിൻ്റെ ഇടയിലായിപ്പോയി, അതായത് മേഘത്തിൻ്റെ ഇടയിൽ. അല്ലായിരുന്നെങ്കിൽ ഇതിലും നല്ല ലൈറ്റ് കിട്ടിയാനെ ഗൈസ്. നല്ല സൂപ്പർ ക്ലൈമറ്റ് ആണ് സായിരുന്നു. പക്ഷേ ദിസ് ഈസ് ഉള്ളിൽ കയറിപ്പോയി, അതുകൊണ്ട് കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി. ബട്ട് നോട്ട് പീപ്പിൾ. തുമ്പി ഇവിടെയാ സെറ്റപ്പ്. വാ നോക്കിയാ, റഷ്നെസ് ഒന്നും ഇല്ലല്ലോ, ഭയങ്കര പീസ്ഫുൾ അല്ലേ? താക്കോല അതിൻ്റെ അകത്താ ഉമ്പുവോ? ഉറപ്പാ ഗൈസ്. നോക്കൂ, നമ്മൾ നേരെ ഇങ്ങോട്ട് വരുന്നത് സ്വിറ്റ്സർലൻഡ് ഉണ്ടോ? സ്വിറ്റ്സർലൻഡിനെ തോപ്പിക്കുന്ന രീതിയിലുള്ള ഗൈസ് നോക്കൂ, സ്വിറ്റ്സർലൻഡിനെ തോപ്പിക്കുന്ന രീതിയിലുള്ള ക്ലൈമറ്റാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കാണുന്നത്. നോക്കിയേ, തട്ടായിട്ടുള്ള കൃഷിപ്പാടങ്ങൾ. എന്ത് രസമാണെന്ന് നോക്കിയാൽ കാണാൻ വേണ്ടി ഗൈസ്. ഞാൻ ഈ ലോകരാജ്യത്ത് എവിടെയൊക്കെ വണ്ടി ഓടിച്ച് പോയിട്ടുണ്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ നാടിൻ്റെ അത്ര സൗന്ദര്യം വേറെ എവിടെ ഞാൻ കണ്ടിട്ടില്ല. സ്വാതന്ത്ര്യവും നമ്മുടെ നാട്ടിൽ അത്ര കാണാനും ഒരു ബാക്കിയൊക്കെ പറയാനായിട്ട് ഭയങ്കര സംഭവമൊക്കെയാണ്. പക്ഷേ നമ്മുടെ നാടിൻ്റെ അത്ര സ്വാതന്ത്ര്യമൊന്നും ഇല്ല ഗൈസ്. ഇനിയിപ്പം വേറെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് നമ്മൾ എവിടെ പോയാലും അവിടെ നമ്മൾ സെക്കൻഡ് ക്ലാസ്സുകാരനാണ്. അതായത് അവിടെ ഇപ്പം നമ്മൾ ആ രീതി പ്രതീക്ഷിച്ചാണ്. നമ്മൾ എവിടെ പോയാലും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്താ രസം, എന്താ ഫീൽ. നോക്കിക്കേ ഗൈസ്. ഈ കാണുന്ന നേരം നമ്മുടെ ട്രക്കിന് അടിച്ചാലോ തുമ്പി? സ്കൈ ബ്ലൂ അടിച്ചാലോ? ഈ കാണുന്ന നേരം നമ്മുടെ ട്രക്കിന് അടിച്ചാലോ? ഈ ബ്ലൂ, സ്കൈ ബ്ലൂ, ഈ ബ്ലൂ.
ഓ വേറെ ബ്ലൂ ആ പുള്ളിയായിട്ട്. ആ ബ്ലൂ അല്ല കുഞ്ഞേ, സ്കൈ ബ്ലൂ. ഈ ബ്ലൂ അടിച്ചാലോ? നീലചിത്രം അല്ല, നീലമേഘം. ആ മഷിയുടെ കളറ്. നൈസ്, നല്ല കിട്ടുന്ന സ്ഥലമാണ്. ഇനി നമുക്ക് പോകാൻ നേരത്തെ ഇതിലും തീർ സ്ഥലം കിട്ടും. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ അങ്ങോട്ട് നിർത്തിയതാണ് കേട്ടോ. തുമ്പി വണ്ടി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾ സമ്മതിക്കുന്നത്. ഇത്രയും നേരം വരെ നമ്മൾ സഞ്ചരിച്ചിട്ട് നമുക്ക് ഇപ്പോഴാണ് ഒരു വലിയ ടൗൺ കിട്ടുന്നത്. മനസ്സിലായോ തുമ്പി? ഫുഡ് കഴിക്കണം, പച്ചക്കറി സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സംഭവം. വേണ്ടല്ലേ? ഫുഡ് വേണോ? വേണമെങ്കിൽ കഴിക്കാം, അല്ല റൂം എടുത്തിട്ട് കഴിച്ചാൽ പോരെ തുമ്പി? അല്ലേ ഗൈസ്, വിശപ്പൊക്കെ പോയിട്ട്. കാരണം ഞങ്ങൾ ഓരോ സ്നാക്സ് കഴിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വലുതായിട്ട് വിശപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഇത് ഈ റോട്ടിൽ കൂടി നമ്മൾ പോകേണ്ടത്. ഇതാ ഈ കാണുന്ന റോട്ടിൽ കൂടി നമ്മൾ പോകേണ്ടത്. ഇതാ ഇതിലെ വളഞ്ഞ് വേണം നമുക്ക് അതിൽ പോകാൻ വേണ്ടി. നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ, നമ്മൾ ടിബറ്റിൽ കൂടെ, അതായത് ചൈനയിലെ ടിബറ്റിൽ കൂടെ നമ്മൾ യാത്ര ചെയ്തപ്പം ഇതേപോലത്തെ റൂട്ടിൽ കൂടെയാണ് ഇറങ്ങി നമ്മൾ ചൈനയിലേക്ക് എത്തിയത്. അല്ലേ ബി? അതെ, അതായത് ബാക്കി പറയും. അതെ ഗൈസ്, നോക്കൂ. അതായത് ഈ കാണുന്ന ഇതേപോലത്തെ സെയിം വഴിയിൽ നമ്മൾ എന്നിട്ട് അവിടെ നിന്ന് റീൽസ് ഒക്കെ കീച്ചിയായിരുന്നു. ഇതുകൊണ്ട് ഇവിടുന്ന് ഓർമ്മയുണ്ട് അല്ലേ? പബ്ലിക് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ നിർത്തി ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം തോന്നുന്നുണ്ടോ? ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ കാണുന്നത്. JK റോഡ്. അതാണ് ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന കട. അതാണ് ഡ്രൈവറിന് ഫുഡ് ഫ്രീ. ലിവിനെ, ആ മലയുടെ തുഞ്ചത്ത് വരെ വീടുകളാട്ടോ, മുട്ടുമുട്ട് പോലെ കീറി പോകുന്നതിന്. അതാണ് വഴിയുണ്ടാവൂടാ. വഴി ഉണ്ടേ തന്നെ ഇച്ചാണ് കയറി പോകേണ്ടവനെ. നമ്മളെ കൊണ്ട് പറ്റുമോ അതിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടി? എന്തോ കൺസ്ട്രക്ഷൻ നടക്കുവാണല്ലോ. എല്ലാ വണ്ടിനും പിടിച്ചിട്ടുണ്ടല്ലോടാ. പിടിച്ചിട്ട് വിട്ടു. അവിടെ എന്താ പടക്കം പൊട്ടിക്കും, അത് കാരണം. അവിടെ എന്തോ പൊട്ടീരാട്ടോ. എന്തോ റോഡ് പണിയും പരിപാടിയും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതാ സംഭവം. JCB കൊണ്ട് നീക്കുന്നതാന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഈ റൂട്ടുകളിൽ. എപ്പോഴും സൂക്ഷിച്ചു വേണം നമ്മൾ ഓടിക്കാൻ വേണ്ടി. ഇനി ഒരു തമ്മിത്തലുണ്ട്, എല്ലാ കാറ് കയറി. ഞാൻ വശത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? സ്ലൈഡ് ഭയങ്കരമായിട്ട് ഉണ്ട് കേട്ടോ ഇവനെ എപ്പോഴും ഈ റൂട്ടില്. ഇടിഞ്ഞോണ്ടിരിക്കും അത്. ഇപ്പൊ ക്ലിയർ ചെയ്തോണ്ടിരിക്കുന്ന കേട്ടോ. ഇവിടെയൊക്കെ എന്നെ തങ്കക്കുടം കൊണ്ട് റോഡ് പണിതാലും പ്രകൃതി വിചാരിച്ചാൽ മാത്രമേ ഇവിടെ റോഡ് നിലനിൽക്കുള്ളൂ. ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ സമയം നല്ലാണ്, നമ്മൾ അപ്പുറം എത്തും. അല്ല മേളിൽ നിന്നൊരു കല്ല് വീണാൽ മതി. മയില് ഗൈസ്, എന്തൊരു ബ്ലോക്കാന്ന് നോക്കിയേ. എന്നാ ഇതിനകത്തൊരു ഓട്ടോ പോട്ടോ. അത് ഇലക്ട്രിക്കൽ ഓട്ടോയാണ്. ഇത് കണ്ടമാനം ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ ഈ സാധനം. താഴോട്ട് നോക്കിയേ, അവിടെ ഒരു കിടിലം ഫ്രെയിം നോക്കിയേ. ഒരു കിടിലെന്ന് വെച്ചാൽ ഒരു കിടിലം ഫ്രെയിം നോക്കി. എന്തൊരു രസം നോക്കി കാണാൻ വേണ്ടി. ഒരു പള്ളിയും അതിനോട് അനുബന്ധപ്പെട്ട് കുറച്ച് വീടുകളുമായിട്ട് ഒരു കിടിലം ലുക്ക്. എടാ, ഇത് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ലടാ ഇവനെ. കിലോമീറ്റർ ബ്ലോക്കാവിനെ. ഇവിടുത്തെ ട്രാവലറിൻ്റെ പണി നോക്കി, ഒരു ചൊവ്വില്ലാത്ത പണി. ഇതെന്നെ ഇത് ഔഡിയുടെ ലോഗോ ഒക്കെ വരച്ചേക്കുന്നത്. അയ്യേ, പക്ഷേ നമ്മുടെ നാട്ടിലേക്കാളും ഓടിയിട്ട് ഇവിടെ കാശുണ്ടാക്കുന്നു. അതുണ്ടാവും. ഇത് PKൻ്റെ വർക്കാന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഒന്നും എനിക്ക് എത്ര ചൊവ്വായിട്ട് തോന്നുന്നില്ല കേട്ടോ വണ്ടിയുടെ വർക്ക്. വലിയ സെറ്റപ്പ് ഒന്നും വേണമെന്നില്ല. ഓടി കാശുണ്ടാക്കണം. പിന്നെ ഇവിടുത്തെ ബസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ട് ബസ് ആയിരിക്കും, ഷോർട്ട് ചേസ്. ഇവിടുത്തെ ബസ്സുകൾക്ക് വലിയ വലിപ്പമോ നീളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ. ഇതാ ഇത് പ്രൊട്ടക്ഷൻസ് പള്ളിയാന്ന് തോന്നുന്നു അല്ലേ? കത്തോലിക് പള്ളിയൊന്നും ആയിരിക്കില്ല. അങ്ങനെ സാധ്യത കൂടുതല. പന്തക്കോസ്ത ആ രീതിയിലുള്ള പള്ളികളായിരിക്കും കേട്ടോ. ഇവിടെ വേറെ പള്ളി വരാൻ സാധ്യതയില്ല. ഒരു കൊച്ചു സ്ഥലത്തെത്തിട്ടോ വണ്ടി ഓടിച്ചോടിച്ച്. അത്ര വലുതൊന്നുമല്ല, ചെറിയൊരു സ്ഥലം. അത്യാവശ്യം ചെറിയ ഹോട്ടൽ, ചെറിയ ഫ്രൂട്ട്സ്, ചെറിയ ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ തുമ്പി? അവിടെ ചോളം വെക്കുന്നുണ്ട്, പക്ഷേ ചുട്ട ചോളമാണ്. ഇവിടുന്ന് ചുട്ട ചോളമല്ല, ഇവിടെ വേവിച്ച ചോളമാണ് ഏറ്റവും സെറ്റപ്പ്. ഭയങ്കര മോശമായിരുന്നു കേട്ടോ. നോക്കിയേ, ഭയങ്കര മോശം റോഡായിരുന്നു. ഇപ്പം നല്ലൊരു ഹൈവേ വന്നു കേട്ടോ. ഇനിയുണ്ട് കേട്ടോ കിസ്തോറിന് 62 കിലോമീറ്റർ അല്ലേ? കറക്റ്റ്. ഇത് ഇനിയുണ്ട് കേട്ടോ 60-something കിലോമീറ്റർ. ഇനിയിപ്പോൾ നല്ല റോഡാണ്. ഇത്രയും നേരം വരെ ഭയങ്കര മോശം റോഡെന്ന് വെച്ചാൽ ഭയങ്കര മോശം റോഡായിരുന്നു. തല്ലിപ്പൊളി റോഡെന്ന് വെച്ചാൽ തല്ലിപ്പൊളി റോഡായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് മാറി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡായിട്ടോ. ഡോഡയ്ക്ക് 13, കിസ്തോർ 62. കിസ്തോർ ഏറ്റവും ലോങ്ങും തോന്നല്ലേ റോഡിലെ. വഴിയൊക്കെ ആട്ടോ വരുന്നത് നോക്കിയേ. വേറെ എങ്ങോട്ടോ പോകുന്ന എന്തൊക്കെയോ സെറ്റപ്പ്, ഭയങ്കര വികസനങ്ങളാട്ടോ ഇങ്ങോട്ട് വരുന്നത്. ഇത് നോക്കിയേ, വീടുകളാട്ടോ കാണുന്നത്. എന്തോരം വീടുകളാന്ന് നോക്കിയേ. ഇതൊക്കെ ഒരു 5-6 വർഷം കഴിഞ്ഞാൽ മൊത്തം മാറിപ്പോപ്പാ അല്ലേ തുമ്പി? തീർച്ചയായിട്ടും. ഇതേപോലെ ഒന്നും ആയിരിക്കില്ല. ഈ അഡ്വഞ്ചർ ഫീലിംഗ് ഒന്നും ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം തന്നെ ഈ രീതിയിൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ നോക്കിക്കേ. അല്ലേ, വീടുകൾ നിൽക്കുന്ന നോക്കിയേ, എന്ത് രസം നോക്കിയേ കാണാൻ വേണ്ടി. ഇതേതോ ടൗണാ കേട്ടോ തുമ്പി, ഇതേതോ ടൗണാ. ഏത് ടൗണാന്ന് അറിയത്തില്ല കേട്ടോ. ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ കിട്ടാന്ന് പറഞ്ഞല്ലോ അല്ലേ? ജെയിംസ് മുട്ടായി പൊട്ടിത്തെറിച്ച് കൊണ്ടുപോലെ അല്ലേ?
നോക്കിയേ എല്ലാം ഒരു 2 നില, ഒരു 2 നില 3 നില ആ ഒരു സെറ്റപ്പ് ആട്ടോ. നോക്കിയേ എൻ്റെ പൊന്നെ എന്ത് രസോടോ കാണാൻ. റോഡൊക്കെ പഴയ പോലെ അല്ല കേട്ടോ, എല്ലാം മാറി വന്നുകൊണ്ടിരിക്കുക. ബട്ട് നമ്മൾ താഴെ വശത്തെ വെച്ച് നോക്കാൻ ഈ മേളിലേക്ക് വരുന്നത് നല്ല ക്ലീനിങ് ആണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ് മെയിനായിട്ട്. ലിബി ഉറങ്ങുക, ചിലപ്പോൾ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ പൊളി മാർക്കറ്റാന്ന് തോന്നുന്നു കേട്ടോ, അല്ലേ? ഇവിടുത്തെ ആക്രിക്കടയാന്ന് തോന്നുന്നു. എനിക്ക് സ്ക്രാപ്പ് എടുക്കുന്ന സ്ഥലമാണെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. നമുക്കിനി എന്തോരം യാത്ര നോക്കി അങ്ങനെ മൂലയൊക്കെ നോക്കിയാടോ, എവിടെയോ ജോർജിയയിലൊക്കെ എന്തൊക്കെയോ കണ്ടൊരു ഫീലിംഗ്. നോക്കി ഇവിടെ നോക്കി ആ സ്ഥലമൊക്കെ ഉണ്ടോ, അങ്ങോട്ട് നോക്കി ഫ്രണ്ടിലേക്ക് നോക്ക്. ഒരു പ്രത്യേക ലുക്ക് കേട്ടോ സ്ഥലം കാണാൻ വേണ്ടി. ഇവിടെ അതേപോലെ ഇങ്ങനെ നിൽക്കുക. എന്തോരോ വീടുകളാണെന്നറിയോ, 1-2 വീടുകളാണ് കുഴപ്പമില്ല. ഇത് കണ്ടമാനം വീടുകളാണ്, 1-2 ഒന്നുമല്ല, കണ്ടമാനം വീടുകൾ. ചിലതൊക്കെ 3-4 ഉണ്ട് കേട്ടോ തുമ്പി. അത് വേറെ ഏതോ ടൗണാ, എന്തോ വലിയ ടൗണാ, ചെറിയ ടൗണൊന്നും അല്ല. പുതിയൊരു പാലം പണിതുകൊണ്ടിരിക്കുക കേട്ടോ. ഈ നമ്മൾ ഇത്ര നേരം കണ്ട ഡോഡ സിറ്റി ആട്ടോ, ഇതാണ് ഡോഡ. അതെ പുതിയ പാലം പൂർത്തിയായില്ല കേട്ടോ. അതേടോ ഇതാ ഡോഡോ. ശരിയാ തുമ്പി. ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ഈ ഗ്രാമത്തിലൊക്കെ കയറിയതായിട്ടൊക്കെ എനിക്ക് എന്തോ ചെറിയ ഓർമ്മയൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ഇവിടുന്ന് നേരോട്ട് പോകുന്നത് കിസ്ത്വാർ. അത് തന്നെ ഗൈസ്, പഴയ റൂട്ടാട്ടോ. ഞാനും ലിബിനും സഞ്ചരിച്ച യാത്ര ചെയ്ത റൂട്ടാണ് ഇതൊക്കെ ഗൈസ്. നമ്മളങ്ങനെ മെയിൻ ഒരു ജംഗ്ഷനിലെത്തി. ഈ ജംഗ്ഷന്റെ പേരാണ്, അറിയാ തുമ്പി? ജംഗ്ഷൻ. ഇത് ഡോറ സിറ്റി. ഡോറ സിറ്റിയുടെ മറ്റേ ഇതാടാ. ഇവിടെ ഡോറ സിറ്റിയുടെ ബിൽഡിംഗ് നോക്കിയാൽ എന്ത് രസം കാണുന്നത്. മേളല്ലേ? അതല്ല, നീ താഴോട്ട് നോക്കി, ആ ബസ്സിന്റെ അപ്പുറത്തോട്ട് നോക്കി, ഒരു മറ്റേ കല്ലിന്റെ മേളിലാണ് ബിൽഡിംഗ് ഇരിക്കുന്നത്. ഇതല്ലേ ഇത്? സത്യം കേട്ടോ ഗൈസ്. ഇനിയിപ്പോ ഇവിടെ നമുക്ക് താഴോട്ടാട്ടോ പോണ്ടേ. പാറയല്ലേ, ഇപ്പം വീഴൂല എന്ന് പറഞ്ഞ രീതിയിലാട്ടോ നിൽക്കുന്നത്. ലോക്കൽ ബസ്സുകൾ തമ്മിലുള്ള അടിയുണ്ടോ? ലോക്കൽ ബസ്സുകൾ ഇത് പല സ്ഥലത്തോട്ട് പോകുന്ന വണ്ടികളാട്ടോ. ഇവർ ഉറക്കിയോ വണ്ടിയൊക്കെ 400 മൊത്തം. 400 അത് പണിതാ, ഫുള്ള് 400 കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വേറെ സർക്കസ്. ഐസ്കിഡിലെ സ്ഥലം എന്താ രസം. എൻ്റെ ദൈവമേ നോക്കിയ തുമ്പി, അതിൻ്റെ പകുതി മൊത്തം പോയി. എൻ്റെ പൊന്നെ, സത്യം പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഇവിടെയൊക്കെ നമ്മൾ വീട് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 50-50 ചാൻസേ ഉള്ളൂ കേട്ടോ. കിട്ടി പോയി. അതാണ് അവസ്ഥ. കാരണം അത്രേ ഉള്ളൂ, മണ്ണിന് അത്രേ ഉള്ളൂ കട്ടി. കുറച്ച് നേരമായിട്ട് നല്ല കിഡിലൻ റോഡ് എന്ന് വെച്ചാൽ നല്ല കിഡിലൻ റോഡാട്ടോ. എനിക്ക് തോന്നുന്നൊരു 10-20 കിലോമീറ്റർ 30 കിലോമീറ്റർ അല്ലേ തുമ്പി? നല്ല റോഡ്. 10-20 എന്തായാലും. ഗൈസ് അത്യാവശ്യം നല്ല റോഡ് എന്ന് വെച്ചാൽ നല്ല കിളിക്കുഞ്ഞു റോഡ് കേട്ടോ, സമ്മതിക്കണം. ഈ ഒരു പ്രകൃതിയുടെ ഈ ഒരു കാലാവസ്ഥയിൽ ഇവിടെ ഈ ഒരു സെറ്റപ്പിൽ നിൽക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ മക്കളെ, ഇതന്നെ കനോണോ? പാറകൾക്ക് ഭയങ്കര വ്യത്യാസം അല്ലേ? കനോൺ പോലെ തന്നെ ഗൈസ്. ഒരു പ്രത്യേക എന്താ ഗൈസ്, ഏട്ടാ കള്ള അവന് ലൈനാന്ന് തോന്നുന്നില്ലേ? ഗൈസ് എന്തായാലും അവനവൻ്റെ ആഗ്രഹം സാധിക്കട്ടെ അല്ലേ ഗൈസ്. ഇത് കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയത് കാണാൻ വേണ്ടി. ഒരു പ്രത്യേക ഫീലിംഗ് ആണ്, ഒരു പ്രത്യേക ഫീലിംഗ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഫീലിംഗ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അല്ലേ? ഈ ഒരു സ്ഥലമല്ലേ? ഈ ഒരു ഡ്രൈവിംഗ് ഒരു ടൂറിസ്റ്റ് ഗൈസ്. ഞങ്ങൾ അന്ന് ബസ് കൊണ്ട് വന്നപ്പം എല്ലാ സ്ഥലത്തും നിർത്തി എഴുതി ഒപ്പിട്ട് ഇതാന്ന് പറഞ്ഞു കൊടുത്താ ഞങ്ങൾ പോയതേ. കാറിനാ പ്രശ്നമില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കാറിന് വന്നപ്പോൾ അങ്ങനത്തെ ഒരു വിഷയമില്ല. രജിസ്ട്രേഷൻ വ്യത്യാസമുണ്ട്, HRI അതായിരിക്കും അല്ലേ തുമ്പി? അല്ല, പ്രൈവറ്റ് കാറുകൾ അങ്ങനെ അധികം. എന്റെ പ്രൈവറ്റ് ബസ് അല്ലായിരുന്നു, പ്രൈവറ്റ് ബസ് ആയിരുന്നു, വലിയ വണ്ടിയാ. അപ്പം ഓട്ടോമാറ്റിക്കലി അവർ ചെക്കിങ് കൂടും. കാർ അത്ര വലിയ പ്രശ്നമില്ല. ഇനിയുണ്ട് നമുക്ക് 40 കിലോമീറ്റർ ഗൈസ്. ഇപ്പം നമ്മളൊരു ചെറിയ ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ്. ചെറിയൊരു ഗ്രാമമല്ല, ചെറിയൊരു ടൗൺ. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവർക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണെന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞു കേട്ടോ. കഥാകുത സ്ഥലത്തിന്റെ പേരാണ് പ്രേംനഗർ. ഇതാണ് പ്രേംനഗർ. ഓ, പ്രേംനഗറാണ് ഇത്. അത് ശരി. റോഡൊക്കെ മൊത്തം പൊളിഞ്ഞു കിടക്കാം കേട്ടോ. കഥ അടിപൊളി. ആഹാ, ഞാനിപ്പോൾ അങ്ങനെ പൊടിക്കുള്ളിലാവും ഗൈസ്, 100% ഉറപ്പായി. അയ്യോ, പരിപാടി മൊത്തം പാളി ഗൈസ്. ഔഫ്, ദൈവമേ, ഇയാൾ എത്രത്തോളം പെരിയെ പോകുന്നു അത്രത്തോളം നമുക്ക് പൊടി കുറച്ച് തിന്നാം. ഇത് നമ്മുടെ വണ്ടി ഇതാ കയറി വരുന്നത് കേട്ടോ. ബാ മഞ്ഞിൻ്റെ അകത്ത് മഞ്ഞൊന്നും പോകുന്നു, പൊടിക്കകത്ത് തിരിയുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ വണ്ടി. ആഹാ, എന്താ സെറ്റപ്പ്. ഞാനേ നമ്മുടെ ചെറുക്കൻ ഇതിലെ പോകുന്നത് കാണാൻ വേണ്ടി ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. പോടാ പോയി
ഗൈസ് തൊട്ട് താഴെ ഫുള്ള് നല്ല കിടിലൻ പച്ച നിറത്തിലുള്ള വെള്ളം, സൈഡിൽ ഫുള്ള് നല്ല കിടിലൻ പച്ചപ്പ്, നല്ല നീല നിറം. ഞാൻ ഊമ്പൽ ഫുൾ പൊടിയും ഞാൻ തന്നെ തിന്നു ഗൈസ്. ഒരു കാര്യമില്ലായിരുന്നു. ഓഹോ ദൈവമേ. ഇറ്റ് ഈസ് വെരി നൈസ് ഗൈസ്. അതായത് താഴെ എന്തോ പോലെ ഒരു ഫീലിംഗ്. നോക്കട്ടെ, ഇതിൻ്റെ സസ്പെൻഷനും അവിടെ ഇവിടെയൊക്കെ സാധനങ്ങൾ കൂടുതലാണ്. അപ്പം നമ്മളെപ്പോഴും നോക്കണം എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ. നോക്കട്ടെ, ഉള്ളതല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുനിഞ്ഞ് നോക്കുന്നല്ല കേട്ടോ. പോവാ, ഒരു കാര്യമില്ല. അത്രയും പൊടി തിന്നല്ല, ഒരു കാര്യമില്ലായിരുന്നു. ഡേഞ്ചറാണോ? അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കണമെന്ന്. ഫൈനലി നമ്മളൊരു നല്ല തിരക്കുള്ള സ്ഥലത്തെത്തി കേട്ടോ. നമ്മൾ പറഞ്ഞ സ്ഥലമല്ല, ഏതാ താത്രി. താത്രി എന്ന് പറഞ്ഞ ടൗണാണ്. അവിടെ ഇപ്പം തിത്തേതകതയാ. അങ്ങോട്ട് നോക്കി, ഫുള്ള് ബ്ലോക്ക്. അടിപൊളി. ബസ്സേലും ബ്ലോക്കാക്കി ആയിരിക്കുന്നത്. ചെറിയൊരു ചെക്കിംഗ് ഉണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞു കേട്ടോ. എല്ലാവരും ആധാറിൻ്റെ സാധനവും കൊടുത്തു കഴിഞ്ഞാൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ പറയണം. അങ്ങനെ പറയണം, എല്ലാം വേണം. അത് ഉടായ്പ ആധാറാണോന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട കേട്ടോ, നമ്മളെ കൊണ്ടുപോയി. പിന്നെ ജ്യൂസർ പിന്നെ ഇപ്പം അടിച്ചു നോക്കുന്നുണ്ട് ചേട്ടാ. നോക്കിയേ ഗൈസ്, ഫൈനലി ഇത് നമ്മൾ കിസ്ത്വാറിന് കയറുന്നതിന് മുമ്പുള്ള ഒരു എൻട്രി ആട്ടോ. ആ എൻട്രി കഴിഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട് ഈ എൻട്രി ഒക്കെ. ഇവിടെയൊക്കെ ഞങ്ങൾ വന്ന് കുറേ എഴുതി കൊടുത്തിട്ടുള്ളതാണ്. അന്ന് നമുക്കറിയില്ല സാർ ക്യായേ സാർ, നമുക്ക് ഈ ഹിന്ദി ഒന്നും കറക്റ്റായിട്ട് അറിയത്തില്ലല്ലോ. അപ്പോൾ അവർ തന്നെ ലാസ്റ്റ് എല്ലാം ചെയ്തു തന്നല്ലേടാ ലിവിനെ. ആധാർ തിരിച്ചു വന്നു. ഇവൻ പറഞ്ഞ കാര്യം കറക്റ്റാട്ടോ. നമുക്ക് ഹിന്ദി അറിയത്തില്ല, എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് ചെയ്തു തരും. അതെ. പിന്നെ വേറൊരു കേസ് ഞാൻ പറയാം. തുമ്പി അത്രയും നേരം വരെ തുമ്പിനെ വിട്ടില്ല. ലിവിന് ഇറങ്ങി ചെന്നപാടെ തന്നെ വിട്ടു. കാരണം വള്ളി വരുന്നുണ്ടെന്ന് മനസ്സിലായി. ഗൈസ്, ബസ്സുകാർ തമ്മിൽ ഇവിടെ കോമ്പറ്റീഷൻ ആട്ടോ. ഇത് എവിടെ ചെന്നാൽ ഇത് ഇവരുടെ ഒരു രീതിയാട്ടോ. നാളെ നമ്മൾ സഞ്ചരിക്കാൻ പോകുന്ന ഇതിൻ്റെ 10 ഇരട്ടി ഉള്ള റൂട്ടിലാണ്. നാളെ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. നമ്മുടെ പഴയ വീഡിയോ ഉണ്ട്, എല്ലാവർക്കും അറിയാം എന്നാ സാധനം എന്നുള്ള. അപ്പോൾ നാളെ നിങ്ങൾ നോക്കിയോ, ഒന്നും അല്ല കുഞ്ഞുങ്ങളെ. നാളെ അണ്ണന്മാർ കീച്ചാൻ പോകുന്നത്. നാളെ വേറെ കിടിലൻ സ്ഥലത്താണ് നമ്മൾ ഓടിക്കുന്നത്. നാളെ നമ്മളങ്ങനെ കിസ്ത്വാർ, പാഡർ വിത്ത് കില്ലർ, ഇത്ര സ്ഥലം നമ്മൾ ഓടിക്കും കേട്ടോ. ഫൈനലി നമ്മളങ്ങനെ കിസ്ത്വാർ ടൗണിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമുക്ക് ഏതെങ്കിലും ഹോട്ടൽ കണ്ടുപിടിക്കണം കേട്ടോ. എന്നിട്ട് അവിടെ കയറി കിടന്ന് ഉറങ്ങണം. അതാണ് ഏറ്റവും നല്ലത്. എന്ത് രസമാണ് പിന്നെ ആകാശം ഫുൾ സ്കൈ. എന്ത് രസമാണ്. അയ്യോ, സ്കൈ ഒരു പ്രത്യേക ലുക്കാട്ടോ. നോക്കിയേ, ഇവിടുന്ന് അപ്രോക്സിമേറ്റ് നമുക്കൊരു 1 കിലോമീറ്റർ മാക്സിമം, അത്ര ഇല്ല, 900 മീറ്റർ ഒക്കെ ഉള്ളൂ കേട്ടോ. ഹോട്ടലിലേക്കല്ല, കിസ്ത്വാർ ടൗണിലേക്ക്. അവിടുന്ന് പിന്നെ നമുക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ഇവിടെ ഒന്നും ഹോട്ടലൊന്നും ഈ പറഞ്ഞ പോലെ വലുതായിട്ട് കാണാനൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലും ഒരു ഹോട്ടൽ നമുക്ക് സംഘടിപ്പിക്കണം താമസിക്കാൻ. നമ്മൾ സ്വന്തം നമ്മുടെ ക്യാരവാൻ വരുമ്പോൾ ഇതൊന്നും നോക്കണില്ല, അങ്ങ് ഒതുക്കുന്നു കിടക്കുന്നു. ക്യാരവാനേക്കാളും ലാഭം കാറേ വരുന്നതാണ് അല്ലേ. മര്യാദയ്ക്ക് കിടന്നുറങ്ങുന്നുണ്ട് ആൾക്കാർക്ക് നോക്കുവാണെങ്കിൽ അതാണ് ലാഭം അല്ലേ. അത് യാഥാർത്ഥ്യം കേട്ടോ. ക്യാരവാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലോ. ഒരു പ്രത്യേക വണ്ടി അതാടാ, മെഡിക്കൽ വണ്ടി ആയിരിക്കും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എന്തോ ടെസ്റ്റിങ് പരിപാടി എന്തൊക്കെയാ കേട്ടോ. അപ്പോൾ ഗൈസ് ഫൈനലി അങ്ങനെ ഞങ്ങൾ ഈ കാണുന്ന റൂം ഞങ്ങൾ എടുത്തു കേട്ടോ. നേരെ നമുക്ക് ഇവിടെ പാർക്കിങ്ങും കാര്യങ്ങളുണ്ട്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് വെച്ചാൽ പാർക്കിങ്ങിനുള്ള പ്രശ്നമാണ്. അപ്പം 1000 കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ഓൺലൈനിൽ കിട്ടുന്ന തപ്പുക. എത്രയാ നിന്റെ ഒറ്റ മിക്കും കേട്ടോ. തട്ടും. ഞങ്ങളെ വണ്ടി കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് ഇവിടെ വന്നത്. പക്ഷെ അവൻ നമ്മളെ കണ്ടുപിടിച്ചു ഗൈസ്. ഈ വണ്ടിയൊക്കെ നോക്കി ഒരു വില പറയാം. ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. കിസ്ത്വാറിലെ നല്ല റൂമാണ് പോലും. അതായത് കാണിച്ചിട്ടുണ്ട്. ഓൺലൈനിൽ നോക്കിയിട്ട് എത്ര ഉണ്ട്? ഞാൻ നോക്കിയില്ലടാ. 1500 കുഴപ്പമില്ലാത്ത പൈസ. അങ്ങനെ നോക്കുന്നത് ഓൺലൈൻകാർക്ക് കമ്മീഷൻ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ചെറിയ പൈസയിലേ കിട്ടുള്ളൂ. നമ്മൾ രക്ഷപ്പെടരുത് ഗൈസ്. വണ്ടി ഇവിടെ ഒതുക്കട്ടെ. ഇത് നമ്മൾ അത്യാവശ്യം പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. പിന്നെ അത് കൂടാതെ വൈഫൈ ഉണ്ടാവുമല്ലോ. ഓൾമോസ്റ്റ് എല്ലാ റൂമിലും വൈഫൈ ഉണ്ടാവും. ചോദിച്ചാൽ വൈഫൈ ഉണ്ടെന്നില്ല. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഗെറ്റ് ഔട്ടാണ്. അതാ നല്ല. ആദ്യം തുമ്പിയുടെ റൂമിലൊക്കെ പോയിട്ട് രണ്ടാമത് ഭക്ഷണം കഴിച്ചിട്ട് വന്ന് സാധനങ്ങൾ എടുക്കാന്ന് പറ. അത് മതി. അതിൽ വൈഫൈ ഉണ്ടോന്ന് ചോദിക്കേ. ഉണ്ടാവുമല്ലോ. ചോദിച്ചോ നീ. ഞാനല്ലല്ലോ റൂം റെഡിയാക്കി വെറുതെ ചോദിക്കേ. ഗൈസ് നല്ല കിടിലൻ റൂം നോക്കിയേ. വെരി നൈസ്. പോഷ്, അമേസിംഗ് റൂം. പോഷ് റൂം. എന്താ റൂം. നമ്മൾ ബസ്സിലൊക്കെ ഇട്ടടുത്ത് മാറ്റി കാർപ്പറ്റ് അത് ഇത് നല്ല കിടിലൻ റൂം. 2800 രൂപയ്ക്ക് സെറ്റ്. ബാത്റൂം എങ്ങനെയുണ്ട് നോക്കിയാൽ. അയ്യോ. അപ്പോൾ ഈ റൂമിലെ ബാത്റൂം കുതാഗത കേട്ടോ. ഹീറ്ററുണ്ട്. നിങ്ങൾ പോയി കയറരുത് കേട്ടോ, നമുക്കറിയത്തില്ല ഏതാ റൂമെന്ന്.
നമ്മുടെ റൂമിലാണ്. നമുക്ക് ഫൈനലി ഹീറ്റർ കൊണ്ട് തന്നു കേട്ടോ. ആദ്യത്തെ ഹീറ്റർ കംപ്ലൈൻ്റ് ആയിരുന്നു, രണ്ടാമത് വേറെ ഹീറ്റർ കൊണ്ട് തന്നു. തുമ്പിയുടെ കിളിയും കിളിക്കുഞ്ഞും കൂടെ പോയായിരുന്നു, ഇപ്പൊ തിരിച്ച് കിളിക്കൂട്ടി കയറി. അല്ലേ തുമ്പി? എന്തൊക്കെ പറ്റി? ഫാനോ ഈ തണുപ്പത്തോ? മഹാദ്രോഹി, ഇതിലേത് ബട്ടനാ? ഒരു വിധത്തിലാ ഓഫായോ? ഒരു വിധത്തിലാ ഇതൊന്ന് തണുപ്പിച്ചേ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഫാന് ചൂടാക്കിയത്. ഗൈസ്, ഇതിന്റെ അടുത്ത് കിടക്കുന്ന അത്ര നല്ലതൊന്നും അല്ല. പക്ഷെ നമ്മുടെ ശരീരം പെട്ടെന്ന് ട്രൈ ആവും. എന്ത് സുഖമല്ലേ കാറെടുത്ത് ഇങ്ങനെ ഹോട്ടൽ റൂപ്പിലൊക്കെ കിടന്ന് യാത്ര ചെയ്യാൻ. സുഖമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മളെ വണ്ടി പോകുമ്പോ ഉണ്ടല്ലോ ഇങ്ങനെ പുറത്ത് കിടന്ന്, അതും ഇതിന്റെ 2 ഇരട്ടി പൈസ എണ്ണ. ഒരു സത്യം പറയുകയാണെങ്കിൽ നമ്മള് നമ്മുടെ ബസ് ഇതിപ്പോ 1800 റൂം കിട്ടിയതേ. നമ്മുടെ ബസ്സാണെങ്കിൽ 2500 3000 രൂപ എണ്ണ ഉണ്ട്. ഞാൻ കണക്ക് പറഞ്ഞുതരാം, കറക്റ്റ് കണക്ക്. ഇന്ന് വണ്ടിക്ക് ആകെ 3500 എണ്ണ. അതെ. 1800 റൂം. അതെ. കൂടി വന്ന ഒരു ഫുഡ് എല്ലാം കൂടി കൂട്ടി 1000 രൂപ. അപ്പൊ എത്രയായി? മൊത്തം ഒരു 5000 രൂപ തീർന്നു. 5000 രൂപ തീർന്നു. നമ്മുടെ 15000 രൂപ ആണ് നമ്മുടെ പെർ ഡേ ഒരു വണ്ടി ഓടുന്നത്. പകുതി പൈസക്ക് ലാവിഷ് അല്ലേ? അതെ. ഞങ്ങൾ ഉണ്ടാക്കിയ പകുതി പൈസ എണ്ണയും പിന്നെ സ്പെയർ പാർട്സ് ആയിട്ട് പോയി. ഇതാണ് കിളിക്കൂടി. കിളി പോയി കേട്ടോ. കിളി പോയിട്ട് തിരിച്ചു വന്നു കൂട്ടിലേക്ക്. വന്നോ? ഗൈസ്, പുള്ളിച്ചിന് ആവശ്യം കഴിച്ചു. അതെ. കുഴപ്പമുണ്ട്. 5:30 ആയപ്പോ സൂര്യൻ അസ്തമിച്ച് രാത്രിയാന്ന് വിചാരിച്ചു കിടന്നുറങ്ങി. എണീറ്റ് നോക്കിയപ്പോ 10 മണി. ഇനി ഉറങ്ങണം. നാളെ അപ്പം നമ്മള് കില്ലറിലേക്ക് പോവാണ് ഗൈസ്.